നമ്മുടെ കർത്താവ് വരുന്നു. ആമേൻ. ഇത് നമുക്കൊന്ന് ഏറ്റു പറയാം. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. നമ്മുടെ കർത്താവ് വരുന്നു. അല്പം കൂടെ ശബ്ദം കൂട്ടി പറയാം. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. നമ്മുടെ കർത്താവ് വരുന്നു. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഈ വചനത്തെ ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണമേ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതാർക്കും മനസ്സിലാകാതെ പോയി എന്ന് വരരുതേ കർത്താവേ. എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കണമേ. ശരീരത്തിൻ്റെ ക്ലേശങ്ങളോ, കണ്ണിൻ്റെ പ്രശ്നമോ, ചെവിയുടെ പ്രശ്നമോ, നട്ടലിൻ്റെ പ്രശ്നമോ, മുട്ടിൻ്റെ വേദനയോ ആയിട്ട് വചനം ശ്രദ്ധിക്കാൻ കഴിയാതെ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇപ്പോൾ തന്നെ അവരെ സൗഖ്യമാക്കണമേ. ഇപ്പോൾ തന്നെ അവരെ സൗഖ്യമാക്കണമേ. ഇപ്പോൾ തന്നെ അവരെ സൗഖ്യമാക്കണമേ. കർത്താവെ, പ്രായത്തിൻ്റെ ബുദ്ധിമുട്ടുള്ളവരും ഈ വചനം കേട്ട് ബലപ്പെടാനാണല്ലോ വന്നിരിക്കുന്നത്. മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നവരും നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരും കർത്താവെ വടികുത്തിയും കഷ്ടപ്പെട്ടുമൊക്കെ യോഗത്തിന് വരുന്നത് ഒരു വിടുതൽ പ്രതീക്ഷിച്ചാണല്ലോ, ഒരു പുതുക്കം പ്രതീക്ഷിച്ചാണല്ലോ, ഒരു ജീവൻ വ്യാപരിക്കുമെന്ന സ്വപ്നം കണ്ടുകൊണ്ടാണല്ലോ. കർത്താവെ, അത് ഇന്ന് രാത്രിയിൽ ഇവിടെ സംഭവിക്കുമാറാക്കണമേ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അളവറ്റ ശക്തി ഇന്ന് രാത്രിയിൽ ഈ പന്തലിൽ അയക്കുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. കർത്താവെ, വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കേൾവിക്കാരുടെ മേൽ വന്നു എന്ന് ഞങ്ങൾ വായിക്കുന്നത് ഇന്നിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മുടന്തൻ എഴുന്നേറ്റ് നടന്നതായിട്ട് ഞങ്ങൾ വായിക്കുന്നു. അത് ഇന്ന് രാത്രിയിൽ ഇവിടെ സംഭവിക്കട്ടെ കർത്താവേ. വചനത്തോടുകൂടെ ദൈവശക്തി വ്യാപരിക്കണമേ. യേശു ഇതുവഴി നടന്നു പോകുന്നത് ഈ പന്തലിൽ ജനം തിരിച്ചറിയുവാൻ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ശുശ്രൂഷിച്ച കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ടിനു ജോർജ് ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പും ഇവിടുത്തെ യോഗം കഴിഞ്ഞും എന്നെ ഫോൺ ചെയ്തിരുന്നു. IPC പോലെയുള്ള മഹത്തായ ഒരു സഭയിൽ ബഹുമാന്യരായ ധാരാളം സീനിയർ പാസ്റ്റേഴ്സ് ഇരിക്കുന്ന ഈ ചെറുവക്കൽ കൺവെൻഷനിൽ ഞാൻ പ്രസംഗിക്കാൻ പോവുകയാണ്. പാസ്റ്റർ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം ഇവിടെ വന്ന യോഗം വളരെ അനുഗ്രഹമായിരുന്നു എന്ന് ഇവിടെ നിന്ന് തന്നെ പലരിൽ നിന്ന് എനിക്ക് അറിയുവാനിടയായി തീർന്നു. അങ്ങനെ ദൈവം ഉപയോഗിക്കുന്ന ധാരാളം യൗവനക്കാർ ഇന്ത്യയിൽ ഇനിയും എഴുന്നേൽക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഇന്ന് രാത്രിയിൽ ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. കൊരിന്ത്യർ ലേഖനത്തിൻ്റെ എഴുത്തുകാരൻ പൗലോസ് അപ്പോസ്തലനാണെന്ന് നമുക്കറിയാം. അദ്ദേഹം കർത്താവിൻ്റെ ക്രൂശിനെ കുറിച്ചാണ് ലേഖനത്തിൻ്റെ ആദ്യത്തിൽ പറഞ്ഞു തുടങ്ങുന്നത്. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമെന്ന് പറഞ്ഞാണ് അദ്ദേഹം ആരംഭിക്കുന്നത്. അങ്ങനെ ക്രൂശിൻ്റെ വചനത്തെക്കുറിച്ചും അതിൻ്റെ ശക്തിയെക്കുറിച്ചും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചും വളരെ ശക്തമായി, വ്യക്തമായി, ആധികാരികമായി എഴുതുന്ന എഴുത്തുകളാണ് ഇതിൻ്റെ ആദ്യ പേജുകളിൽ നാം കാണുന്നത്. ഈ ലോകത്തിൻ്റെ താർക്കികൻ എവിടെ? ഈ ലോകത്തിൻ്റെ ജ്ഞാനി എവിടെ? ദൈവം മനുഷ്യന്റെ ജ്ഞാനത്തെ ഭോഷത്വമാക്കിയില്ലേ എന്നൊക്കെ ചോദിച്ച് വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇതിൻ്റെ എഴുത്തുകൾ ആരംഭിക്കുന്നത്. ഈ ലേഖനത്തിൻ്റെ തന്നെ പേജുകളിൽ സ്നേഹത്തെക്കുറിച്ച് വിശദമായി അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെക്കുറിച്ചും കൃപാവരങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട്. വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് അതിശക്തമായിട്ട് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു എന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ എപ്പോഴും അവയർനെസ് ഉള്ളവരായിരിക്കണമെന്നും അദ്ദേഹം വളരെ ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. യേശു കർത്താവിനെ വിശ്വസിച്ച് സ്നാനം സ്വീകരിച്ച് കർത്താവിനെ ആരാധിച്ചു പോകുന്ന ദൈവജനം വിശുദ്ധ ജീവിതം നയിക്കുന്നതിൻ്റെ പ്രാധാന്യതയെക്കുറിച്ച് വളരെ ഗൗരവത്തിൽ പറയുവാൻ ഈ ദൈവദാസൻ ഈ ലേഖനത്തെ ഉപയോഗിച്ചിട്ടുണ്ട്.
അശുദ്ധമായ രീതിയിൽ നാട്ടിലൊക്കെ കാട്ടിക്കൂട്ടുന്ന വൃത്തികേടുകളിലേക്ക് ദൈവജനം അധപ്പതിച്ചു പോയതിനെ അദ്ദേഹം നിശ്ചിതമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. അങ്ങനെ വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുവീൻ, ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കുവീൻ എന്നിങ്ങനെ അദ്ദേഹം ഗൗരവത്തോടുകൂടെ സംസാരിക്കുന്നു. ഇങ്ങനെ ഉപദേശ വിഷയങ്ങളും സുവിശേഷത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മ ശക്തിയും കൃപാവരങ്ങളും എന്ന് തുടങ്ങി പുതിയ നിയമത്തിലെ കാതലായ കാര്യങ്ങളെല്ലാം തന്നെ ശക്തമായി വിവരിച്ചിട്ട് ഒടുവിൽ കൊണ്ടുവന്നൊരു കുത്തിടുന്നത് പോലെ എഴുതുകയാണ്, കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ, പരിശുദ്ധാത്മാവിൽ നിറയപ്പെടാത്തവൻ ശപിക്കപ്പെട്ടവനെന്ന് എന്താ പറയാഞ്ഞേ പൗലോസേ? പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളെ പ്രാപിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ എന്നെന്താ പറയാഞ്ഞത്? അശുദ്ധ ജീവിതം നയിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്നെന്താ പറയാഞ്ഞത്? ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്നെന്താ പറയാഞ്ഞത്? ദുർനടപ്പ് അതിനെ ഗൗരവത്തോടുകൂടെ കാണാതെ ജീവിക്കുന്ന അശുദ്ധ ജീവിതത്തെ വെച്ചു പുലർത്തുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്നെന്താ പറയാഞ്ഞത്? ഇങ്ങനെ പല കാര്യങ്ങളെല്ലാം 1 മുതൽ പറഞ്ഞെങ്കിലും ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരൊറ്റ വാക്കിലങ്ങ് ഒതുക്കുകയാണ്, കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. നമുക്ക് പൗലോസിനോട് ചോദിക്കാം, ദൈവദാസനെ കർത്താവിനെ സ്നേഹിച്ചാൽ മതിയോ, വേറൊന്നും ചെയ്യണ്ടേ? പൗലോസ് പറയും, കർത്താവിനെ സ്നേഹിച്ചാൽ മതി. അതെന്താ? കർത്താവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നാ നിങ്ങൾ വിചാരിച്ചേ? കർത്താവിനെ സ്നേഹിക്കുന്നവന് പിന്നെ അശുദ്ധി ജീവിക്കാൻ പറ്റുമോ? കർത്താവിനെ സ്നേഹിക്കുന്നവന് അഭിഷേകത്തിൽ അല്ലാതെ നീക്കാൻ പറ്റുമോ? കർത്താവിനെ സ്നേഹിക്കുന്നവന് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാൻ പറ്റുമോ? കർത്താവിനെ സ്നേഹിക്കുന്നവന് സഭായോഗത്തിൽ വരാതിരിക്കാൻ പറ്റുമോ? കർത്താവിനെ സ്നേഹിക്കുന്നവന് സ്നാനപ്പെടാതിരിക്കാൻ പറ്റുമോ? കർത്താവിനെ സ്നേഹിക്കുന്നവന് വചനം പഠിക്കാതിരിക്കാൻ പറ്റുമോ? കർത്താവിനെ സ്നേഹിക്കുന്നവന് ദശാംശം കൊടുക്കാതിരിക്കാൻ പറ്റുമോ? കർത്താവിനെ സ്നേഹിക്കുന്നവന് സുവിശേഷ വേല ചെയ്യാതിരിക്കാൻ പറ്റുമോ? കർത്താവിനെ സ്നേഹിക്കുന്നവന് മറ്റുള്ളവരെ സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ? കർത്താവിനെ സ്നേഹിക്കുന്നവന് വചനത്തെ സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ? കർത്താവിനെ സ്നേഹിക്കുന്നവന് സഭയെ സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ? കർത്താവിനെ സ്നേഹിക്കുന്നവന് മൗനമായിരിക്കാൻ പറ്റുമോ? കർത്താവിനെ സ്നേഹിക്കുന്നവന് സ്തുതിക്കാതിരിക്കാൻ പറ്റുമോ? കർത്താവിനെ സ്നേഹിക്കുന്നവന് ആരാധിക്കാതിരിക്കാൻ പറ്റുമോ? കർത്താവിനെ സ്നേഹിക്കുന്നവന് കോമാളിയായിട്ട് നടക്കാൻ പറ്റുമോ? കർത്താവിനെ സ്നേഹിക്കുന്നവന് അശുദ്ധിയിൽ ജീവിക്കാൻ പറ്റുമോ? കർത്താവിനെ സ്നേഹിക്കുന്നവന് പകയും പിണക്കവും വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ? കർത്താവിനെ സ്നേഹിക്കുന്നവന് കസാര കൊതി വെച്ചു പുലർത്താൻ പറ്റുമോ? കർത്താവിനെ സ്നേഹിക്കുന്നവന് ഗ്രൂപ്പ് വഴക്കുണ്ടാക്കാൻ പറ്റുമോ? കർത്താവിനെ സ്നേഹിക്കുന്നവന് ഇടർച്ച ഉണ്ടാക്കാൻ പറ്റുമോ? കർത്താവിനെ സ്നേഹിക്കുന്നവന് പിണങ്ങിയിരിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ സ്നേഹിക്കുക, ഇത്രയേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഉപദേശമൊക്കെ വേണ്ടേ പാസ്റ്ററെ? വേണം. നീ കർത്താവിനെ സ്നേഹിക്കുകയാണ്, ഉപദേശമൊക്കെ വന്നോളൂ. ഹല്ലേലൂയ. അപ്പൊ ഈ ഈടുറ്റ ലേഖനത്തെ വെട്ടിച്ചുരുക്കുക, കർത്താവിനെ സ്നേഹിക്കുവീൻ. പൗലോസെ, തനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടോ? ഇല്ല. എഫേസ്യ ലേഖനം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാന്ന് നോക്കിയേ, 6:24 നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന എല്ലാവരോടും കൂടെ കൃപയിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന എല്ലാവരോടും കൂടെ കൃപയിരിക്കുമാറാകട്ടെ. അപ്പൊ അത് മതിയോ? അത് മതി. കർത്താവിനെ അക്ഷയമായി സ്നേഹിക്കുന്നവരുടെ കൂടെ കൃപ ഇരിക്കുള്ളൂ. ഹല്ലേലൂയ. കർത്താവിനെ അക്ഷയമായി സ്നേഹിക്കുന്നവരുടെ കൂടെ കൃപ ഇരിക്കും. അവന്റെ കൂടെ കൃപ ഇരുന്ന മതിയല്ലോ. അവന്റെ കൂടെ പിന്നെ ആരും ഇരിക്കണ്ടല്ലോ. കർത്താവിനെ അക്ഷയമായി സ്നേഹിക്കുന്നവന്റെ കൂടെ സ്വന്തക്കാർ ഇരുന്നില്ലെങ്കിലും മിത്രങ്ങൾ ഇരുന്നില്ലെങ്കിലും
ചാർച്ചക്കാർ ഇരുന്നില്ലെങ്കിലും അളവറ്റ കൃപ, വറ്റിപ്പോകാത്ത കൃപ, മതിയായ കൃപ ഇരിക്കും. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഓ ഹല്ലേലൂയ. ഓ കർത്താവിനെ അക്ഷയമായി സ്നേഹിക്കുക. അപ്പോ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ എന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞു നിർത്തിയെങ്കിൽ അതിനേക്കാൾ ഒട്ടും കുറവല്ലാത്ത ലേഖനം എഫേസ്യ ലേഖനം, രാജകീയ ലേഖനം എന്ന് അതിനെ വിളിക്കുന്നത്. അതെഴുതി അവസാനിപ്പിക്കുമ്പോൾ പറയാ കർത്താവിനെ അക്ഷയമായി സ്നേഹിക്കണമെന്ന്. അപ്പോ അപ്പോസ്തലനായ പൗലോസ് കണ്ടെത്തിയ ഒരു വലിയ സത്യം എന്നാണെന്നറിയാമോ? ഈ പറഞ്ഞതെല്ലാം സ്നേഹത്താലേ നടക്കത്തുള്ളൂ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. സ്നേഹത്തിൽ നിന്നല്ലാതെ ഒരു കാര്യം ചൊവ്വേ ചെയ്യാൻ ഒക്കുകയില്ല. അല്ലാതെ ചെയ്യുന്നതെല്ലാം ഒരു വക ഉഴപ്പൻ ചെയ്യലാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് കർത്താവിനെ അക്ഷയമായി സ്നേഹിക്കുക. ഇന്ന് രാത്രിയിൽ ഇവിടെ വന്ന ജനത്തോടും അകലങ്ങളിലിരുന്ന് ഈ വചനം കേൾക്കുന്നവരോടും പിന്നീട് ഇത് കേൾക്കുന്നവരോടും പരിശുദ്ധാത്മാവിന്റെ സന്ദേശം കേട്ടുകൊള്ളുക. കർത്താവിനെ സ്നേഹിക്കുന്നതിൽ ഒരു പടിയുടെ മുന്നോട്ട് കയറുവാൻ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് നമ്മെ പ്രബോധിപ്പിക്കുന്നു. ആമേൻ. രണ്ട് മുന്നറിയിപ്പാണ് നമ്മുടെ വാക്യത്തിൽ. ഒന്ന്, സ്നേഹിക്കാതിരിക്കുന്നത് ശാപത്തിന് കാരണമാകും. അപകടകരമായ മുന്നറിയിപ്പ്. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. അതൊരു ശാപത്തിന്റെ മുന്നറിയിപ്പാണ്. രണ്ടാമത്തെ മുന്നറിയിപ്പ് കർത്താവ് വരുന്നു എന്ന മുന്നറിയിപ്പാണ്. അപ്പൊ രണ്ട് ഗൗരവമേറിയ മുന്നറിയിപ്പുകളാണ് ദൈവത്തിന്റെ ആത്മാവ് ഈ രാത്രിയിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. കർത്താവിനെ സ്നേഹിക്കാതിരിക്കുന്നതിനെതിരെയുള്ള മുന്നറിയിപ്പ്. രണ്ട്, കർത്താവ് വരുന്നതിനെ കുറിച്ചുള്ള മുന്നറിയിപ്പ്. ഈ രണ്ട് കാര്യവും നമ്മൾ മറന്നു പോകാൻ സാധ്യതയുണ്ട്. ഈ രണ്ടിൽ നിന്നും നമ്മുടെ മനസ്സ് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്ന ഈ രണ്ട് ചിന്തകളിലൂടെ ഈ രാത്രിയിൽ തിരുവെഴുത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകുവാൻ നമുക്ക് കർത്താവിൽ ശരണപ്പെടാം. ആദ്യമേ ഈ വാക്യം ഇങ്ങനെ പറയുവാനുള്ള കാരണം എന്ത് എന്ന് ഞാൻ വളരെ പ്രാർത്ഥിച്ചു. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. എന്താണ് ഇതിന്റെ ആഴം? എന്താണ് ഇതിനകത്തെ ദൂത്? എന്താ പരിശുദ്ധാത്മാവ് ഉദ്ദേശിക്കുന്നേ? എന്തുകൊണ്ട് ഞാൻ കർത്താവിനെ സ്നേഹിക്കണം? ഒരു മുഖവുര പറയട്ടെ. ഈ ദൈവശാസ്ത്രം, ദൈവ വിഷയത്തിൽ സാധാരണ കാണാത്തൊരു ചിന്തയാണ് ദൈവസ്നേഹം എന്നതും ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതും. ബൈബിൾ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെയും സ്നേഹം ആവശ്യപ്പെടുന്ന ഒരു ദൈവത്തെയുമാണ് അവതരിപ്പിക്കുന്നത്. ഒന്നുകൂടെ പറയാം. ബൈബിൾ സ്നേഹം തരുന്ന ഒരു ദൈവത്തെയും സ്നേഹം സ്വീകരിക്കുന്ന ഒരു ദൈവത്തെയുമാണ് അവതരിപ്പിക്കുന്നത്. ഇങ്ങനെ ഞാൻ പറയുമ്പോൾ അതിനൊരു മറുവശം പറയാനുണ്ട്. മതങ്ങൾ അവതരിപ്പിക്കുന്ന ദൈവം സ്നേഹം തരുന്നുമില്ല, സ്നേഹം പ്രതീക്ഷിക്കുന്നുമില്ല. പേരെടുത്ത് പറഞ്ഞാൽ അത് വിമർശനവും കുറ്റകരവുമാണല്ലോ. ലോക മതങ്ങൾ അവതരിപ്പിച്ച ദൈവം സ്നേഹം തരുന്നുമില്ല, സ്നേഹം ആവശ്യപ്പെടുന്നുമില്ല. ഞാനൊന്ന് വിശദീകരിച്ചോട്ടെ. ലോകത്തിൽ കാണുന്ന എല്ലാ ദൈവചിന്തയിലും മനുഷ്യന്റെ അകത്തെ വികാരം സ്നേഹമാണോ ഭയമാണോ? ഭയമാണ്.
ദൈവത്തെ ഭയപ്പെടുക എന്നതാണ് മതങ്ങൾ തരുന്ന ചിന്ത. കുറച്ചുകൂടെ പറഞ്ഞാൽ ഭയത്തിൽ നിന്നാണ് പല ദൈവങ്ങളും ജനിച്ചത് തന്നെ. എനിക്ക് തീയെ പേടിയാ, അതുകൊണ്ട് ഞാൻ തീക്ക് ദൈവം എന്ന പദവി കൊടുത്തു. എനിക്ക് കടലിനെ പേടിയാ, അതുകൊണ്ട് കടലിനെ ഞാൻ ദൈവമെന്ന് വിളിച്ചു. അപ്പോ ഭയമാണ് ദൈവത്തോടുള്ള ബന്ധത്തിലെ പ്രധാന വികാരം. അതുകൊണ്ട് തന്നെ പേടിപ്പെടുത്തുന്ന രൂപങ്ങളിലാണ് മിക്കവാറും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നതും. അതിൽ കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എവിടെ ചെന്നാലും എത്ര കഷ്ടപ്പെട്ട് ചെന്നാലും നമുക്ക് കിട്ടുന്ന പിക്ചർ ഒരു ശാലീന പിക്ചർ അല്ല, ഒരു സ്നേഹത്തിന്റെ പിക്ചർ അല്ല, പേടിക്കുന്ന ചിത്രമാണ്. അതെന്തിനാന്ന് ചോദിച്ചാൽ പേടിച്ചാലേ നിൽക്കത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഭയം എന്ന വാക്കെടുത്തു മാറ്റിയാൽ മതം അവസാനിച്ചു. ഭയം ഇല്ലെങ്കിൽ മതത്തിന് നിലനിൽപ്പില്ല. വഴിപാട് തെറ്റിച്ചാൽ കൊല്ലുന്ന ദൈവം, നേർച്ച തെറ്റിച്ചാൽ കുടുംബം കുളം തോണ്ടുന്ന ദൈവം, പോണ വഴി വണ്ടി ഇടിച്ചു കൊല്ലുന്ന ദൈവം, ഇടി വെട്ടിക്കുന്ന ദൈവം. എന്റെ മാതാവ് പുരാതനമായ ക്രൈസ്തവ ദേവാലയങ്ങളിൽ വിശ്വസിച്ചിരുന്നവളും വഴിപാടർപ്പിച്ചിരുന്നവളുമാണ്. ഒരു വർഷത്തിൽ വഴിപാട് കൊണ്ടുവരാൻ മറന്നുപോയി. പിറ്റേ ആഴ്ച തൊട്ട് വീട്ടിൽ പാമ്പ് വരാൻ തുടങ്ങിയെന്ന അമ്മ പറയുന്നത്. ഞാൻ അന്ന് കൊച്ചാണേലും ചോദിച്ചു, ഇതിനെ വിടുന്നതാരാ അമ്മേ? അതൊന്നും ചോദിക്കരുതെന്ന് പറഞ്ഞു. ആ, ഇതിനെ ഇങ്ങോട്ട് വെറുതെ വിടുന്നതാരാ? അതൊന്നും ചോദിക്കരുതെന്ന് പറഞ്ഞു. ദൈവിക വിഷയത്തിൽ ചോദ്യങ്ങളില്ലല്ലോ. എന്നാലും ആ ചോദ്യം വളർന്നു വന്നു. അമ്മ സത്യം തിരിച്ചറിഞ്ഞു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോ ഒരു ചെറിയ മിസ്റ്റേക്ക് കാണിച്ച പാമ്പിനെ വിടാനാണെങ്കിൽ ഇന്ന് ഈ പന്തൽ നിറയെ ഇപ്പൊ പാമ്പായിരുന്നേനെ. കാരണം മിസ്റ്റേക്ക് കാണിച്ച പലരും വന്നിരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പാമ്പിനെ വിടുന്നെങ്കിൽ പാമ്പിനെ വളർത്തുന്നവനല്ലേ വിടുന്നത്. അപ്പൊ പാമ്പിനെ ആരാ വളർത്തുന്നതെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ, ചിന്തിക്കുന്നവൻ തിരിച്ചറിയട്ടെ. അപ്പൊ ഇങ്ങനെ ഭയം തരുന്ന, ഭയപ്പെടുത്തുന്ന ദൈവചിന്തകളുടെ ഇടയിൽ നിന്നാണ് ദൈവം സ്നേഹമാകുന്നു എന്ന ശബ്ദവുമായി ബൈബിൾ ലോകത്തിലേക്ക് വന്നത്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ദൈവത്തിന് സ്നേഹം ഉണ്ടെന്നല്ല ഈ പുസ്തകം പറയുന്നത്. ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹം തന്നെ എന്ന് പറഞ്ഞാൽ എന്താ? ദൈവം കോപിച്ചതായിട്ട് ബൈബിളിലുണ്ട്. പക്ഷേ കോപത്തിന്റെ പുറകിലും സ്നേഹമായിരിക്കും. ദൈവം ശിക്ഷിക്കുന്നു എന്ന് ബൈബിളിലുണ്ട്. പക്ഷെ ആ ശിക്ഷയുടെ പിന്നിലും സ്നേഹമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവം ന്യായം വിധിച്ചിട്ടുണ്ട്. പക്ഷേ ന്യായവിധിയുടെ പിന്നിലും സ്നേഹമാണ്. ദൈവം സ്നേഹം തന്നെ. എന്താണ് അതിന്റെ അർത്ഥം? തേനിന്റെ അകത്ത് തേനല്ലാതെ ഒന്നുമില്ല. അത് അരിച്ചെടുത്താലും വെള്ളത്തിൽ ഒഴിച്ചാലും അതിൽ തേനേ ഉള്ളൂ. ദൈവത്തിൽ സ്നേഹമേ ഉള്ളൂ. ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം സ്നേഹം തന്നെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നന്മ മാത്രമേ എന്ന ഗാനം എഴുതിയ ആളത് പറയുമ്പോ ഞാൻ ഈ പന്തലിരുന്ന് കേട്ട് ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു ദൈവത്തെ കണ്ടെത്താനുള്ള ഭാഗ്യം നമുക്ക് കിട്ടിയല്ലോ. അവൻ സ്നേഹം തന്നെ. ജീവിതത്തിൽ തിന്മ ഭവിച്ചിട്ടുണ്ടെങ്കിൽ, ദുഃഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, സങ്കടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിലും സ്നേഹമാണ്. അതിന്റെ പുറകിലും സ്നേഹമാണ്. നഷ്ടങ്ങളും സങ്കടങ്ങളും വളരെ അനുഭവിച്ചിട്ടുള്ള കുടുംബങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ദൂത് കേട്ടുകൊള്ളുക, അതിന്റെ അടിയിലും കിടക്കുന്നത് സ്നേഹമാണ്. ഇന്നല്ലെങ്കിൽ നാളെ നീ അത് തിരിച്ചറിയും. ഇന്നല്ലെങ്കിൽ നാളെ നീ അതിന്റെ ആഴം മനസ്സിലാക്കും. അവൻ ചെയ്തതെല്ലാം സ്നേഹമാണ്. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പോ ഭയപ്പെടുത്തുന്ന ദൈവങ്ങളുടെ ഇടയിൽ സ്നേഹം തരുന്ന ഒരു ദൈവം. 2, സ്നേഹം പ്രതീക്ഷിക്കുന്ന ഒരു ദൈവം. ഞാനും നിങ്ങളും ദൈവത്തെ ഭയപ്പെടണം എന്ന്
എഴുതിയിട്ടുണ്ടെങ്കിലും കർത്താവിന്റെ കൽപ്പന നമ്മൾ അവനെ സ്നേഹിക്കണമെന്നാ. നമ്മളിൽ നിന്ന് നമ്മുടെ കർത്താവ് പ്രതീക്ഷിക്കുന്നത് ഭയമല്ല, സ്നേഹമാണ്. ആ സ്നേഹത്തിൽ ഭയവും ഉണ്ടെന്ന് മാത്രം. അങ്ങനെയാണെങ്കിൽ പ്രിയരെ, കർത്താവ് ആഗ്രഹിക്കുന്ന വിധത്തിൽ അവനെ സ്നേഹിപ്പാൻ നമുക്ക് ഇന്ന് രാത്രി കഴിയട്ടെ. ഹല്ലേലൂയ. ഈ സ്നേഹമെന്ന വാക്ക് വരുമ്പോൾ അത് കുറെ കൂടെ മധുരമാണ്. എന്തുകൊണ്ട് നാം കർത്താവിനെ സ്നേഹിക്കണം? ഒന്ന്, അവൻ അത്രമാത്രം നമ്മെ സ്നേഹിച്ചു. അതുകൊണ്ട് നാം അവനെ സ്നേഹിച്ചില്ലെങ്കിൽ നാം ശപിക്കപ്പെടും. അവൻ അത്രമാത്രം നമ്മെ സ്നേഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ചെറുവക്കൽ കൺവെൻഷനിൽ ദൈവവചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് നമ്മെ സ്നേഹിച്ച സ്നേഹത്തെ അതിന്റെ ഉള്ള വലിപ്പത്തിൽ ഒന്ന് ധ്യാനിക്കാവോ? അതിന്റെ ഉള്ള ആഴത്തിൽ ഇന്ന് രാത്രി ഒന്ന് ധ്യാനിക്കാമോ? അവൻ നമ്മെ അത്രയ്ക്ക് സ്നേഹിച്ചു. അവൻ നമ്മെ അത്രയ്ക്ക് സ്നേഹിച്ചു. റോമർ 12:1 വായിക്കുമ്പോൾ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. അപ്പൊ എന്തു പറഞ്ഞാലും കർത്താവിന്റെ സ്നേഹവും കരുണയും മനസ്സലിവും അല്ലാതെ അപ്പോസ്തലന് മറ്റൊന്നും പറയാനില്ല. അതിക്രമങ്ങളാലും പാപങ്ങളാലും നാം മരിച്ചവരായിരുന്നു. മുമ്പേ നാം ഈ ലോകത്തിന്റെ കാലഗതികളെയും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. ഇങ്ങനെ മനോവികാരങ്ങൾക്കും ജഡത്തിന് ഇഷ്ടമുള്ള ചെയ്തിരുന്നു. അടുത്ത വാക്യം, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു നമ്മളെ ഉയർപ്പിച്ചു. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എന്തൊരു സ്നേഹം! ദൈവസ്നേഹത്തെ തിരിച്ചറിയുന്നതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൈവസ്നേഹത്തെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം അതിന്റെ ഉള്ള ഗൗരവത്തിൽ നയിക്കാൻ നമുക്ക് കഴിയത്തില്ല. ഒരു മാതാവ് പറഞ്ഞ സാക്ഷി ഞാൻ നിങ്ങളോട് പറയാം. ഈ അമ്മയുടെ മകനെ അമ്മ വളരെ കഷ്ടപ്പെട്ട് വളർത്തി. ഭർത്താവ് ചെറുപ്പത്തിലെ മരിച്ചുപോയി. ഈ സ്ത്രീ വേറെ വിവാഹം കഴിക്കാതെ ഈ കുഞ്ഞിനെ വളർത്തി, ഒറ്റ മോനെ. അവൻ നന്നായി പഠിച്ചു, നല്ല നിലയിൽ വിജയിച്ചു, നല്ല ജോലി കിട്ടി, നല്ല സ്ഥാനമാനങ്ങൾ അവന് ലഭിച്ചു. ഉയർന്ന പഠനത്തിൽ ഉപരിപഠനത്തിന് കോളേജിലായിരുന്നപ്പോൾ അവനൊരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു. അവളൊരു ധനിക കുടുംബത്തിലേതായിരുന്നു. അവളെ സ്നേഹിച്ചു. അവളുമായിട്ട് വിവാഹം കഴിക്കുവാൻ ആഗ്രഹിച്ചു. അവൾ ആ കാര്യം അവൻ അമ്മയോട് പറഞ്ഞു. അമ്മ പറഞ്ഞു, മോനെ, നിന്നെ ഇഷ്ടമുള്ള ഒരു പെൺകുട്ടി, അവൾ ആരോ ആകട്ടെ, അവളെ ഞാൻ ഇഷ്ടപ്പെടും. നീ വാക്ക് പറഞ്ഞു. അങ്ങനെ അവളുമായി അവൻ വാക്ക് പറയുമ്പോൾ അവൾ ഇതിനോടകം ഇവനെ പറ്റി അന്വേഷിച്ചപ്പോൾ ഇവന് അമ്മയെ പിരിയാൻ മേലാത്ത സ്നേഹമുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അപ്പൊ അവളോട് ആരോട് ബുദ്ധി പറഞ്ഞു കൊടുത്തു. അവൾ പറഞ്ഞു, ഒറ്റ ഡിമാൻഡേ ഈ കല്യാണത്തിൽ എനിക്കുള്ളൂ. ആ ഡിമാൻഡ് ഇതാണ്: ഒന്നെങ്കിൽ അമ്മയെ പുറത്താക്കണം, അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് മാറി വീടെടുക്കണം. ഇത് രണ്ടിലൊന്ന് ചെയ്താലേ കല്യാണം നടക്കുള്ളൂ. അവന്റെ ഹൃദയം തകർന്നു. അവൻ പറഞ്ഞു, എനിക്ക് അമ്മയോട് ആലോചിക്കാൻ പറയാനൊക്കെയല്ലെന്ന് പറഞ്ഞു. അവൻ വീട്ടിൽ ചെന്നു. അവന് പറയാൻ പറ്റുന്നില്ല. അനേക ദിവസങ്ങൾ അവൻ വിഷമിച്ചു. ഭക്ഷണം കഴിപ്പ് കുറഞ്ഞു, വർത്തമാനം കുറഞ്ഞു, മുഖത്ത് വാട്ടം, ക്ഷീണിച്ചു തുടങ്ങി. അമ്മ ചോദിച്ചു, മോനെ, നിനക്ക് എന്തു പറ്റി? ഉള്ള കാര്യം പറ, യഥാർത്ഥം നീ എന്നോടൊന്ന് പറ. പല പ്രാവശ്യം ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, അമ്മേ, ആ പെൺകുട്ടി ഇങ്ങനെ പറഞ്ഞു. മോനെ, അതിനൊരു വിഷമവും ഇല്ലല്ലോ. നിന്റെ സന്തോഷമല്ലേ എൻ്റെ സന്തോഷം.
ഞാൻ പുറത്തേക്ക് പോകാം, നിങ്ങൾ ഇവിടെ താമസിച്ചോളൂ. ഈ അമ്മ ഞങ്ങളോട് പറഞ്ഞ വാക്ക്, എനിക്ക് അവനെ പിരാകാൻ പറ്റുന്നില്ല, എനിക്ക് അവനെ പിരാകാൻ പറ്റുകയില്ല. ഞാൻ പറഞ്ഞ, അമ്മ പിരാകണ്ട, അവൻ ആവശ്യത്തിനുള്ളതായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനി പിരാകണ്ട, ഇപ്പം മിക്കവാറും ആയിട്ടുണ്ട്, അവനും അവൻ്റെ മക്കൾക്കും ഉള്ളത് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലായോ ആ ശാപം എന്നുള്ള വാക്ക് വിവരിക്കാനായി കഥ പറഞ്ഞത്? ഞാൻ കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവനെന്ന് പറഞ്ഞ അർത്ഥം എന്നാ? കർത്താവ് അതുപോലെ നിന്നെ സ്നേഹിച്ചത് കൊണ്ടാ സ്നേഹിക്കാതിരിക്കുന്നത് ശാപമാകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സ്നേഹിക്കാതിരിക്കുന്നത് ശാപമാകുന്നത് എന്തുകൊണ്ട്? അത്രമാത്രം സ്നേഹിച്ചത് കൊണ്ടാ. അപ്പൊ ഇവിടെയാണ് നമ്മൾ ഇതിന്റെ ആ ഡെപ്തിലേക്ക് പോകുന്നത്. കർത്താവ് നമ്മെ അതുപോലെ സ്നേഹിച്ചതിനാൽ നമ്മൾ അവനെ സ്നേഹിക്കാതിരിക്കുന്നത് പാപമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. ഇന്ന് രാത്രിയിൽ കർത്താവ് നമ്മെ സ്നേഹിച്ച സ്നേഹത്തിന്റെ വലിപ്പം അറിയുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അതൊന്ന് കാണാൻ ഇന്ന് രാത്രി കണ്ണു തുറക്കണമേ എന്ന് ദൈവത്തോട് പറ. റോമർ 5:8, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ദൈവം ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, ദൈവം നമ്മെ സ്നേഹിച്ച് തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. ഇതെല്ലാം ഞാൻ 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്നാണ് ഉദ്ധരിച്ചത്. ദൈവം തന്റെ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, ദൈവം നമ്മെ സ്നേഹിച്ച് തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. അപ്പൊ ദൈവ സ്നേഹത്തെ തിരിച്ചറിയുവാൻ ഇന്ന് രാത്രി നിങ്ങളുടെ കണ്ണുകളെ തുറക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടി സകലവും നിങ്ങൾക്ക് നൽകാതിരിക്കുമോ? നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുന്നത് ആര്? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, നഗ്നതയോ, പട്ടിണിയോ, ആപത്തോ, വാളോ, ഇവയ്ക്കൊന്നിനും കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ കഴിയുകയില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. കർത്താവിന്റെ സ്നേഹത്തെ ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ്. ഇങ്ങനെ സ്നേഹിക്കാൻ ആർക്കും കഴിയുകയില്ല, ഇങ്ങനെ സ്നേഹിക്കാൻ ആർക്കും കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഉദാഹരണം പറയുന്നത് ചിരിക്കാനല്ല. കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസങ്ങളിൽ ഒരു പെൺകുട്ടി ഭർത്താവിനോട് ചോദിച്ചു, ചേട്ടാ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? ചോദിച്ചോ. ചേട്ടന് എന്നെ ഇഷ്ടമാണോ? അതെ. എന്നെ ഇഷ്ടപ്പെടാനുണ്ടായ കാരണം ഒന്ന് പറയാവോ? എന്നെ കാണാൻ വന്നപ്പോൾ ഇഷ്ടപ്പെട്ടല്ലോ, എന്താ കണ്ടെന്നൊന്ന് പറയാവോ? അതിപ്പോ നിന്റെ ഈ മുടി കണ്ട ആർക്കാ ഇഷ്ടപ്പെടുകയില്ല. ഇത് പറഞ്ഞത് അവൾ ഒന്ന് ഞെട്ടി. ഇദ്ദേഹം ചോദിച്ചു, അതുപോട്ടെ, നിനക്ക് എന്നെ ഇഷ്ടപ്പെടാൻ എന്നാ കാര്യം? ചേട്ടൻ്റെ ചിരി കണ്ട ആരെങ്കിലും പിന്നെ രണ്ടാമതൊന്ന് ചിന്തിക്കുമോ? പുള്ളി ചെറുതായിട്ടൊന്ന് ഞെട്ടി. പുള്ളി പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ പല്ലങ്ങ് എടുത്ത് വെക്കാം, വൈകുന്നേരം ആയില്ലേ, ഇനി ഇത് രാത്രി ഞാനിത് വെള്ളത്തിലായിടുന്നേന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരത്തിക്ക് ആശ്വാസമായി, എന്നാ പിന്നെ എനിക്ക് മുടിയും എടുത്ത് വെക്കാമല്ലോ. ചിരിക്കാനല്ല, ഇതേ ചോദ്യം കർത്താവിനോടൊന്ന് ചോദിച്ചേ.
കർത്താവേ, എന്നെ സ്നേഹിക്കാൻ എന്നാ കാര്യം? എന്നെ സ്നേഹിക്കാൻ എന്താ കാര്യം? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഉപവാസമാണോ? നമ്മുടെ ഈ വെള്ള ഉടുപ്പിന്റെ കെവയാണോ? ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനയാണോ? നമ്മുടെ സ്തോത്രാഴ്ചയാണോ? നമ്മുടെ പാട്ടാണോ? നമ്മുടെ പ്രസംഗമാണോ? എന്താ കർത്താവ് നമ്മെ സ്നേഹിക്കാനുണ്ടായ കാരണം എന്നാ? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മനുഷ്യരൊക്കെ സ്നേഹിച്ചത് എന്തെങ്കിലും നന്മ കണ്ടിട്ടല്ലേ, നേട്ടം കണ്ടിട്ടല്ലേ, എന്തെങ്കിലും പ്രതീക്ഷിച്ചല്ലേ സ്നേഹിച്ചത്? നമ്മളിൽ തിന്മ മാത്രമുള്ളപ്പോൾ, ഒരു കണ്ണിനും ആദരവ് തോന്നാത്തപ്പോൾ, പ്രത്യേകിച്ച് ഒന്നും പ്രശംസിക്കാനില്ലാത്തപ്പോൾ, ഒന്നും നമുക്ക് യോഗ്യതയില്ലാത്തപ്പോഴല്ലേ കർത്താവ് നമ്മെ സ്നേഹിച്ചത്. അങ്ങേ പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ, അങ്ങേ പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. ജീവനേ സ്വന്തമേ അങ്ങേ മാറിൽ ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാറിൽ ചാരുന്നു ഞാൻ. ആരാധന 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 അങ്ങേക്ക് ആരാധന. ആരാധന 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 അങ്ങേക്ക് ആരാധന. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. പ്രാണനേ സ്വന്തമേ അങ്ങേ മാറിൽ ചാരുന്നു ഞാൻ. പ്രാണനേ സ്വന്തമേ അങ്ങേ മാറിൽ ചാരുന്നു ഞാൻ. ആരാധന 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 അങ്ങേക്ക് ആരാധന. ആരാധന 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 അങ്ങേക്ക് ആരാധന. ഓ ആരാധന 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 അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. അവൻ നമ്മെ അത്രയ്ക്ക് സ്നേഹിച്ചു, അതുകൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞത്. Praise the Lord. അത്രയ്ക്ക് നിന്നെ സ്നേഹിച്ചത് കൊണ്ടാണ് നീ അവനെ സ്നേഹിച്ചില്ലെങ്കിൽ നിനക്കത് ശാപമാണെന്ന് പറഞ്ഞത്. ഹല്ലേലൂയ. രണ്ടാമത്തെ കാരണം സ്നേഹത്തിന് പകരം സ്നേഹമല്ലാതെ മറ്റൊന്നില്ല. സ്നേഹത്തിന് പകരം സ്തോത്രകാഴ്ചയല്ല, സ്നേഹത്തിന് പകരം പ്രസംഗമല്ല, സ്നേഹത്തിന് പകരം പ്രാർത്ഥനയുമല്ല, സ്നേഹത്തിന് പകരം സ്നേഹമാണ്. സ്നേഹത്തിന് പകരം സ്നേഹമാണ്. ഹല്ലേലൂയ. ഇന്ന് ഈ പന്തലിൽ ഇരുന്ന് ആഴത്തിൽ നിന്നൊന്ന് പറയണം, കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. വളരെ ഉയർന്ന ഒരു ബിസിനസ്സുകാരൻ തന്റെ കൂടെ പഠിച്ച ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാൻ പോയി.
അദ്ദേഹത്തെ ഫോൺ ചെയ്തു, എടോ എനിക്കൊരു കൗൺസിലിംഗ് വേണം, അതിന് അപ്പോയിന്റ്മെന്റ് വേണോ? അപ്പൊ പറഞ്ഞു, നമ്മൾ സുഹൃത്തുക്കളല്ലേ, നീ ഇങ്ങ് പോരെ, ഒരുപാട് കേസുള്ള ദിവസമാണ്, എങ്കിലും നിനക്ക് അപ്പോയിന്റ്മെന്റ് ഒന്നും വേണ്ട, നീ വരുമ്പോ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ഈ മനുഷ്യൻ മുറി ചെന്നു. എടോ എനിക്ക് ഭയങ്കര ഫാമിലി പ്രോബ്ലം, എനിക്ക് ആവശ്യത്തിലധികം പൈസയുണ്ട്, എനിക്ക് നല്ല ബിസിനസ് ഉണ്ട്, എനിക്ക് എന്റെ കമ്പനി കൊണ്ടു നടക്കാനൊക്കെ നല്ല കഴിവാണ്, പക്ഷെ വീട്ടിൽ വന്ന എനിക്ക് സമാധാനമില്ല. എന്റെ ഭാര്യയ്ക്ക് നല്ല വിദ്യാഭ്യാസമാണ്, മിടുക്കര് പിള്ളേരുവാ, എവിടെയാ തുടങ്ങുന്നതെന്ന് അറിയാൻ മേല, യുദ്ധമാ വീട്ടില്, 12 മണി വരെയും യുദ്ധമാണ്. പിന്നെ ഒരു വിധത്തിൽ രണ്ടുപേരും തളർന്നു കഴിയുമ്പം അങ്ങ് വർത്താനം നിർത്തുന്നേ ഉള്ളെന്ന് പറഞ്ഞു. എന്താ ഒരു പരിഹാരം എന്ന് പറഞ്ഞുതരാവോ? ഈ വിദഗ്ധനായ ഡോക്ടർ പറഞ്ഞു, എടോ ഇത് ചെറിയൊരു കാര്യമേ ഉള്ളൂ, വലിയ മരുന്നൊന്നും വേണ്ടി വരികയില്ല, ഞാൻ പറയുന്ന കാര്യം നിനക്കൊന്ന് ചെയ്യാവോ? നീ പറ, ഞാൻ ചെയ്യാം. നീ വീട്ടിൽ ചെല്ലണം, ചെന്നിട്ട് സോഫയിൽ ഇരിക്കണം, ഫ്രണ്ടിൽ ഇരിക്കണം, ഭാര്യയെ വിളിച്ച് അടുത്തിരുത്തണം, എന്നിട്ട് അവരുടെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കണം. ഫാനിന്റെ മുകളിലോട്ടൊന്നും നോക്കരുത്, ടെറസിലോട്ടൊന്നും നോക്കരുത്, മുഖത്തോട്ട് നോക്കണം. ഒരു 2 മിനിറ്റ് മിണ്ടാതിരിക്കണം. എന്നിട്ട് അവളോട് പറയണം, ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നെന്ന് പറയണം. നിങ്ങൾ ഇപ്പൊ പറയണ്ട, വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞാൽ മതി. അവനോട് ചോദിച്ചു, പറയാവോന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ പറ്റുമോ? നമ്മൾ അല്ലേ തന്നെ എങ്ങോട്ടെങ്കിലൊക്കെ നോക്കിക്കൊണ്ടാ പറയുന്നത്. കണ്ണിൽ നോക്കിയെന്ന് പറഞ്ഞു നോക്ക്, ഭയങ്കര വ്യത്യാസം വരും. പുള്ളിയോട് ചോദിച്ചു, പറയാവോ? അവൻ പറഞ്ഞു, ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. നീ ഒന്ന് ട്രൈ ചെയ്യ, എന്നിട്ട് എന്നെ വിവരം അറിയിക്കാൻ പറഞ്ഞു. ഇവൻ സകല ആരോഗ്യം സംഭരിച്ച് പറയാൻ തന്നെ തീരുമാനിച്ചു. ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും പറഞ്ഞ പോലെ അവൻ 1-2 മിനിറ്റ് നോക്കി, ശ്വാസമൊക്കെ വലിച്ചു വിട്ടേച്ച് അവൻ പറഞ്ഞു, ലില്ലിക്കുട്ടി, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അവരന്ന് കല്യാണം കഴിച്ച പോലെ ആയി മാറി. ഒരു 2ാം ജന്മം അവർക്ക് തിരിച്ചു കിട്ടി. അവർ ജീവിതം വീണ്ടും ആരംഭിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതൊരു കഥയല്ല, ഇതൊരു നടന്ന കാര്യമാണ്. സ്നേഹത്തിന് പകരമല്ല ഐസ്ക്രീം. ഞങ്ങൾ പൊതുവിൽ നിൽക്കുന്നവരാ, ഞങ്ങൾക്ക് വരുന്ന പ്രെയർ റിക്വസ്റ്റ് ഒക്കെ പേര് പറയാനൊക്കത്തില്ല. ഒരു സഹോദരി പറഞ്ഞത്, പാസ്റ്ററെ, എനിക്ക് ഇപ്പൊ 2 കാറുണ്ട്, 2 സെർവന്റും ഉണ്ട് വീട്ടില്, പക്ഷെ എന്റെ ഹസ്ബൻഡ് വെളിയിലാണ്, നാട്ടിൽ വരികയില്ല. 5 കൊല്ലത്തിന് ശേഷം നാട്ടിൽ വന്നപ്പോൾ പുള്ളി സിറ്റിയിൽ ഹോട്ടലെടുത്ത് താമസിക്കുക. എന്നാന്ന് ചോദിച്ചു, പറയാം, എനിക്ക് ബിസിനസിന്റെ തിരക്കാ, എനിക്ക് ഒരുപാട് പേരെ കാണാനുണ്ട്, നിനക്ക് എന്നാ വേണ്ട? കാറ് വേണേ 1 കൂടെ തന്നേക്കാം, സെർവന്റ് വേണേ 1 കൂടെ തന്നേക്കാം. പുള്ളിക്കാരത്തി പറഞ്ഞു, പാസ്റ്റർ, ഞാൻ കാറിനെ അല്ലല്ലോ കല്യാണം കഴിച്ചത്, ഞാൻ സെർവന്റിനെ അല്ലല്ലോ കല്യാണം കഴിച്ചത്, നിനക്ക് ഈ വീട് പോലെ വേറെ വീട് തരാം. പുള്ളിക്കാരത്തിക്ക് ഇതൊന്നും അല്ല വേണ്ടത്, സ്നേഹമാ വേണ്ടത്. ഈ സ്നേഹത്തിന് പകരം ആ കാറെന്നാ ചിലർ ധരിച്ചു വെച്ചിരിക്കുന്നത്, സ്നേഹത്തിന് പകരം ആ വാഷിംഗ് മെഷീൻ എന്നാ ചിലർ ധരിച്ചു വെച്ചിരിക്കുന്നത്. സ്നേഹത്തിന് പകരം സ്നേഹം മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാ പൗലോസ് അങ്ങനെ പറഞ്ഞത്, സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവനെന്ന്. സ്നേഹത്തിന് പകരം സ്നേഹം മാത്രമേ ഉള്ളൂ. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ എന്ന് പറയാൻ കാരണം, സ്നേഹത്തിന് പകരമായി മറ്റൊന്നില്ല. കർത്താവിനെ സ്നേഹിക്കുന്നതാണ് ആരാധന, കർത്താവിനെ സ്നേഹിക്കുന്നതാണ് സുവിശേഷ വേല, കർത്താവിനെ സ്നേഹിക്കുന്നതാണ് വിശുദ്ധ ജീവിതം. ഞാൻ വിവരിക്കാം, നമ്മൾ അങ്ങോട്ട് തന്നെ വരികയാ. 3ാമത്തെ ചിന്ത, സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാ കർത്താവ് വരുന്നേ. ഇതൊരു ലവ് അഫെയർ ആണെന്നാ വേദപുസ്തകം പറയുന്നത്. കൊരിന്ത്യർ 11, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന്
ദൈവദാസനെ കിട്ടിയെങ്കിലും ഒന്നങ്ങ് വായിച്ചേര്. 11:2. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷൻ, ഞാൻ നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഞാൻ നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുക. വിവാഹ നിശ്ചയം കഴിഞ്ഞ വല്ലവരും ഇവിടെ വന്നിട്ടുണ്ടോ? കയ്യൊന്നും പൊക്കണ്ട. വിവാഹ നിശ്ചയം കഴിഞ്ഞവരുടെ മനസ്സിൽ എന്താ ചിന്ത? അവര് യോഗത്തിന് വന്നേ ഉള്ളൂ, അവരിതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അതിനിടയിൽ SMS വരുന്നുണ്ടാവും, അവരതിന് മറുപടി അയച്ചോണ്ടിരിക്കുക. അത് കുറ്റമില്ല, നടന്നോട്ടെ, വേറെ ആരും വഹിക്കാതിരുന്നാ മതി. വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു പെൺകുട്ടി എങ്ങനെ വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നുവോ, എങ്ങനെ മണവാളിന് വേണ്ടി കാത്തിരിക്കുന്നുവോ, അങ്ങനെയുള്ളൊരു ലവ്, അങ്ങനെയുള്ളൊരു സ്നേഹം അവർക്ക് വേണ്ടി ആ മണവാളൻ വരുന്നെന്ന് നമുക്കിത് അറിയാമെങ്കിലും ഇതൊന്നുകൂടി ഒന്ന് അകത്തോട്ടൊന്ന് ഇറങ്ങണം. പ്രൈസ് ദി ലോർഡ്. എന്റെ കുട്ടികൾ ദൂരെ പഠിച്ചപ്പോഴേ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് എന്റെ ഭാര്യ അവരെ വിളിച്ചിരിക്കും. അപ്പൊ അതിൽ ഒരു കൊച്ചിന്റെ കല്യാണം ഉറപ്പിച്ചു. എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോൾ നമ്പർ കൈമാറാവോ എന്ന് ചോദിച്ചു. കൊടുത്തോളാൻ പറഞ്ഞു. പിറ്റേ ദിവസം പതിവ് പോലെ പുള്ളിക്കാരത്തി 6 മണിക്ക് വിളിക്കുമ്പോ പറയുക, നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ മറ്റൊരു കോളിലാണ്. ഇത് 3-4 പ്രാവശ്യം ആയി കഴിഞ്ഞപ്പോ എന്റെ ഭാര്യയുടെ ഹൃദയം തകർന്നു. അച്ഛാ, ഇത് ആകെ കുഴഞ്ഞല്ലോ, അവള് മറ്റൊരു കോളിലാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വിഷമിക്കണ്ട, ഇതുവരെ വേറൊരു കോളിൽ പോയിട്ടില്ലല്ലോ. 24-ാം വയസ്സ് വരെ നമ്മൾ എപ്പ വിളിച്ചാലും ഒറ്റ ബെല്ലടിക്കുമ്പോൾ കൊച്ചു ഫോൺ എടുക്കുമായിരുന്നു. നിങ്ങളല്ലേ നമ്പർ കൊടുത്തത്, വിളിച്ചോട്ടെ. മറ്റൊരു കോളിലാ എപ്പ വിളിച്ചാൽ. അത് കല്യാണമൊക്കെ കഴിഞ്ഞാൽ അവര് ഇപ്പൊ സന്തോഷമായിട്ടിരിക്കുന്നു. ചർച്ച് വേറൊരു പയ്യന്റെ കല്യാണം ഇപ്പൊ ഉറപ്പിച്ചു വെച്ചിരിക്കുക, നാളെ കഴിഞ്ഞ് നടക്കാൻ പോവാ. അവൻ എന്നോട് പറഞ്ഞു, പാസ്റ്റേ 1 മാസത്തെ ശമ്പളം ഫോൺ ബില്ല് അടയ്ക്കാൻ തികയുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാരമില്ല, നാളെ കഴിഞ്ഞാൽ പിന്നെ 1 പൈസ അടയ്ക്കണ്ടല്ലോ, വീട്ടിൽ ഇരുന്ന് സംസാരിക്കാമല്ലോ. പക്ഷെ അന്നേരം ഒന്നും അധികം പറയുകയല്ല, പറച്ചിലൊക്കെ ഈ ഫോണിൽ കൂടെ ഉള്ളൂ. അപ്പൊ ഇതുപോലെ ഒരു ബന്ധമല്ലേ ബൈബിള് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ മതങ്ങളിലെ ചിന്തയല്ലെന്നേ ബൈബിളിലേത്. നമ്മൾ കർത്താവുമായിട്ടുള്ള ആ ബന്ധം ഇത്ര പരിഭാവനമാണെങ്കിൽ, ഇത്ര സ്വീറ്റ് ആണെങ്കിൽ, ഇത്ര ഇമോഷണൽ ആണെങ്കിൽ, എന്റെ പൊന്നെ, ഇതെങ്ങനെയാ ഒന്ന് മനസ്സിലാക്കി തരുന്നേ. ഇപ്പൊ ദൂരെ ഗൾഫിലോ അമേരിക്കയിലോ ജോലിക്ക് പോയിച്ച് വരുന്ന ഹസ്ബൻഡിനെ കാണാൻ ഭാര്യയും പിള്ളേരും കൂടെ എയർപോർട്ടിൽ പോയി നിൽക്കുക. എയർപോർട്ടിൽ പോയി നിൽക്കുമ്പോൾ എങ്ങനെയാ അതിന്റെ നിയമങ്ങളൊന്നും പറയാവോ? പപ്പ വരുമ്പോൾ മൂത്ത മകൻ ആദ്യമേ വലത്തെ കാലെടുത്ത് മുമ്പോട്ട് വെച്ചിട്ട് വലത്തെ കൈ കൊണ്ട് കെട്ടിപ്പിടിച്ച് ഇടത്തെ ചേർത്ത്, അങ്ങനെയൊക്കെയാണോ? ഒന്നുമില്ല. ഇത് ഇമോഷണലാ. അതുകൊണ്ട് ഈ അച്ഛനൊക്കെ എടുത്തിട്ട് ചാടുന്നേ. ആ സ്നേഹം ഉള്ളവരുടെ കാര്യം ഞാൻ പറഞ്ഞു. ഈ ആരാധന ഇമോഷണൽ അല്ലേ? അല്ല, വചനം പഠിച്ച് നിശ്ചയം പ്രാപിച്ച പിന്നെ ഇല്ലെന്നാ പറയുന്നത്. എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് വചനം പഠിച്ച് നിശ്ചയം പ്രാപിക്കുമ്പോൾ സ്നേഹം കുറയാണോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഉദാഹരണങ്ങളൊക്കെ പറയുന്നതേ ഒന്നും കെട്ടുകഥയല്ല, നടന്നതാ. സ്തോത്രം. ഞങ്ങളുടെ സഭയില് ഈ അടുത്ത കാലത്ത് ഒരു പോലീസ് ഓഫീസർ വിശ്വാസി വന്നു. പുള്ളിയുടെ ഒരു മകനുണ്ട്, അവൻ മെഡിസിൻ പഠിക്കുക. അവനിപ്പം MD കഴിഞ്ഞു. അവന് വന്നപ്പോഴത്തേനും അപ്പനും അമ്മയും ഒക്കെ സ്ഥാനപ്പെട്ടു. അവൻ വന്ന് ചോദിച്ചു, ഞാൻ നീ ഏത് പള്ളിയിലാ പോണേ? എടാ, നീ എന്റെ കൂടെ ഒന്ന് വാ, ഈ പള്ളി ഒന്ന് വാ.
അവൻ വന്നു. ഒന്നാമത്തെ ദിവസം ഞങ്ങളുടെ വെളിയിൽ വന്നു. എന്നാ ഒച്ചയും ബഹളോ. അവൻ മടുത്തു. അവൻ വീട്ടിൽ വന്നേച്ച് പറഞ്ഞു, നിങ്ങൾ എല്ലാവരുടെ കിടന്ന് ഈ ഒച്ച വെക്കുന്ന എന്തിനാ, ഇത്രയും ഒച്ച വെക്കുന്ന എന്തിനാ, ഞാൻ മടുത്തല്ലോ, ഞാൻ ഇനി വരികയെന്ന് പറഞ്ഞു. ഇത് പറയുമ്പോൾ അവിടെ TV വെച്ചിരിക്കുക, ഫുട്ബോൾ കളി നടക്കുക, നമ്മുടെ മറ്റേ ബ്രസീൽ നടന്നുകൊണ്ടിരിക്കുക. ഉടനെ അവൻ ഇരുന്നിടത്ത് നിർത്തി ആടി ഒരു ഗോൾ അടിച്ചപ്പോ. അപ്പൊ സാറ് ചോദിച്ചു, ഇതെന്തുവാ നീ ഇപ്പൊ ഈ ചാടിയത്? അത് സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആണെന്ന് പറഞ്ഞു. ആ അത് സ്പിരിറ്റ് ആണല്ലേ, ഇത് ഹോളി സ്പിരിറ്റാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കിലോമീറ്ററുകൾക്ക് അകലെ ഒരു പന്ത് ഒരു പോസ്റ്റിന്റെ അകത്തൂടെ അടിച്ചു വിട്ടപ്പോ എടുത്തു ചാടുന്ന എന്തിനാന്നേ? സ്വർഗത്തിലിരുന്ന മഹാദൈവം തന്റെ പുത്രനെ പാപിയും ദോഷിയുമായി എന്നെ സ്നേഹിച്ച് ഈ താണലോകത്തിലേക്ക് അയച്ചു എന്ന വചനം കേൾക്കുമ്പോൾ ഞാൻ എങ്ങനെ എടുത്തു ചാടാതിരിക്കും? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കണ്ണിനും ദയ തോന്നാത്ത പാപിയായ മനുഷ്യന് വേണ്ടി സ്വന്തം പുത്രനെ ക്രൂരന്മാരായ പടയാളികൾ ക്രൂരമായി ഉപദ്രവിച്ചപ്പോൾ ഇങ്ങനെ സകല നീതി നിവർത്തിക്കട്ടെ എന്ന് പറഞ്ഞ് പിതാവായ ദൈവം മൗനമായിരുന്നു എങ്കിൽ ഇതിന്റെ മുമ്പിൽ അനങ്ങാതെ ഇരിക്കാൻ പറ്റുമോ? ഇതിന്റെ മുമ്പിൽ എടുത്തു ചാടാതിരിക്കാൻ പറ്റുമോ? ഇതെന്തൊരു സ്നേഹമാ! പ്രൈസ് ദി ലോർഡ്. സ്നേഹത്തെ തിരിച്ചറിഞ്ഞാൽ ചിലപ്പോൾ കരഞ്ഞെന്നിരിക്കും, ചിലപ്പോൾ കെട്ടിപ്പിടിച്ചെന്നിരിക്കും, ചിലപ്പോൾ ഒച്ച വെച്ചെന്നിരിക്കും. അത്ര സ്പർശിക്കുന്ന ഒരു വികാരമാ സ്നേഹം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ആരാധനയിൽ ചിലപ്പോൾ കരയുന്നത്, അതുകൊണ്ടാണ് ചിലപ്പോൾ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നത്. ഇതൊരു സ്നേഹത്തിന്റെ മാർഗമാണ്. ഇന്ന് രാത്രി നമുക്ക് പറയാം, കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, യേശുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. അപ്പോ 3 കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഒന്ന്, അവൻ അത്രമാത്രം സ്നേഹം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2, സ്നേഹത്തിന് പകരമായിട്ട് സ്നേഹമല്ലാതെ മറ്റൊന്നും സ്വീകരിക്കത്തില്ല. 3, സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ് കർത്താവ് വരുന്നത്. ഹല്ലേലൂയ. ലോകമെമ്പാടും കോടിക്കണക്കിന് വിശുദ്ധന്മാർ കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് കാത്തിരിക്കുക. നാം അവനെ കണ്ടിട്ടില്ലെങ്കിൽ സ്നേഹിക്കുന്നു. പത്രോസ്ലീഹ പറയുക, നാം അവനെ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. കാണാതെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക, കാണാത്ത ഒരാളെ വർഷങ്ങളായിട്ട് പ്രേമിച്ചുകൊണ്ടിരിക്കുക. അവനെ കാണാനുള്ള ദിവസം അടുത്തിരിക്കുകയാണ്. കാണാത്ത ഒരാളെ വർഷങ്ങളായിട്ട് സ്നേഹിക്കുക, അവനെ കാണാനുള്ള ദിവസങ്ങൾ അടുത്തിരിക്കുക. ഹല്ലേലൂയ. ബൈബിളിലെ പാട്ടൊക്കെ ഒന്ന് എടുത്തു നോക്കി. പാട്ടുപുസ്തകത്തിലെ പാട്ട് ഉടനെ എടുത്ത് മുഴുവൻ പ്രേമഗീതങ്ങളാ. അക്കരെ നാടെത്തിയ വിശുദ്ധ സംഘക്കാർ, അക്കരെ നാടെത്തിയ വിശുദ്ധ സംഘക്കാർ കാത്തുപാർക്കുന്നുണ്ടു നാമം ചേർന്നിടൂ. കരങ്ങളടിച്ച് കാത്തുപാർക്കുന്നുണ്ടു നാമം. ആനന്ദകരം നീട്ടി, ആനന്ദകരം നീട്ടി ഏറ്റവും പുഞ്ചിരി തൂകി വിളിച്ചിടുന്നു. പോകാം നമുക്ക്, വിളിച്ചിടുന്നു. പോകാം നമുക്ക്. ദൂതർ സംഘം ഹല്ലേലൂയ പാടിയാർക്കുന്നു. ദൂതർ സംഘം ഹല്ലേലൂയ പാടിയാർക്കുന്നു. വിശ്രമം കൂടാതെ ഗർവിസാഫികളിതാ, വിശ്രമം കൂടാതെ ഗർവിസാഫികളിതാ. ഗീതമോദമോടുന്നു വട്ടിടുന്നു ഭരനെ, ഗീതമോദമോടുന്നു
വാഴ്ത്തിയിടുന്നു പരനെ. പോകാം നമുക്ക് സിയോൻ പുരിയിൽ, പോകാം നമുക്ക് സിയോൻ പുരിയിൽ. അക്കരെ നാടെത്തിയ വിശുദ്ധ സംഘക്കാർ, അക്കരെ നടത്തിയ വിശുദ്ധ സംഘക്കാർ കാത്തുപാർക്കുന്നുണ്ടു നാമം ചേർന്നിടുവാനാ, കാത്തുപാർക്കുന്നുണ്ടു നാമം ചേർന്നിടുവാനാ. ആനന്ദകരം നീട്ടി പുഞ്ചിരി തൂകി, ആനന്ദകരം നീട്ടി ഏറ്റവും പുഞ്ചിരി തൂകി. വിളിച്ചിടുന്നു പോകാം നമുക്ക്, വിളിച്ചിടുന്നു പോകാം നമുക്ക്. ഓ ദേവസുത സന്തതികളെ വിശുദ്ധരെ, ദേവസുത സന്തതികളെ വിശുദ്ധരെ, ദേവപുരവാസികളോടെന്നു ചേർന്നിടൂ, ദേവപുരവാസികളോടെന്നു ചേർന്നിടൂ. ആനന്ദകരം നീട്ടി ഏറ്റവും പുഞ്ചിരി തൂകി, ആനന്ദകരം നീട്ടി ഏറ്റവും പുഞ്ചിരി തൂകി. വിളിച്ചിടുന്നു പോകാം നമുക്ക്, വിളിച്ചിടുന്നു പോകാം നമുക്ക്, വിളിച്ചിടുന്നു പോകാം നമുക്ക്, വിളിച്ചിടുന്നു പോകാം നമുക്ക്. ഹല്ലേലൂയ! കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താണ്. എങ്ങനെ സ്നേഹിക്കണം? വായിച്ചട്ടെ, മത്തായി 10:37. എന്നേക്കാൾ അധികം ആ അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. പിന്നെ എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. ലൂക്കോസ് 14:25. ഏറിയ പുരുഷാരം അവനോടുകൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞത്, എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. 2014 ഞാൻ വളരെ ധ്യാനിച്ച വേദഭാഗമാണ് ലൂക്കോസ് 14:25 മുതലുള്ളത്. ഞാൻ വളരെ ശ്രദ്ധിച്ചു. ദീർഘവർഷങ്ങൾ ഈ പുസ്തകം പഠിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തെങ്കിലും ആ വാക്യത്തിനകത്ത് എന്തോ അത്ഭുതമുണ്ടെന്ന് എനിക്ക് പിന്നെയും തോന്നി. ഏറിയ പുരുഷാരം തന്റെ അടുക്കൽ വരുന്നത് കണ്ടപ്പോൾ, ഓ, നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ആളുണ്ടല്ലോ എന്നല്ല യേശു പറഞ്ഞത്. കർത്താവ് തിരിഞ്ഞ് അവരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുകയാണ്, എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും ജീവനെയും സമ്പത്തിനെയും സ്ഥാനമാനങ്ങളെയും ത്യജിക്കാതിരിക്കുകയും ചെയ്യാത്തവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്നാണെന്നറിയോ? 25-ാം വാക്യമാ. ഏറിയ പുരുഷാരം തന്റെ അടുക്കൽ വന്നപ്പോ, ഇതാദ്യം പറഞ്ഞെങ്കിൽ വരുവോ? ഏറിയ പുരുഷാരം വന്നപ്പോ പറയുക ഇങ്ങനെയുള്ളവർ വന്നാ മതിയെന്ന്. അപ്പൊ അവര് ചോദിക്കുന്ന ചോദ്യം ഇത് നേരത്തെ പറയാൻ പറ്റായിരുന്നോ? നേരത്തെ പറഞ്ഞ എന്നതാ? അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ ഇഞ്ഞു പോരെ, ഒരു വ്യവസ്ഥയില്ല, എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അടുത്ത വാക്യങ്ങളിലും കർത്താവിന്റെ പ്രഭാഷണങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ ജാതി നോക്കണ്ട, മതം നോക്കണ്ട, ധനം നോക്കണ്ട, നിറം പ്രശ്നമല്ല, വികലാംഗരാണോ, രോഗമുണ്ടോ, ദുഃഖമുണ്ടോ, കുടുംബ തകർച്ചയുണ്ടോ, മുൻകാല പാപങ്ങളുണ്ടോ, സമൂഹം വെറുത്തവരാണോ, കുഷ്ഠരോഗിയാണോ, വ്യഭിചാരിയാണോ, പ്രശ്നമില്ല, പോരെ. കല്ലെറിഞ്ഞ് കൊല്ലാൻ നിർത്തിയ പോര്, കുഷ്ഠരോഗി പോര്, എല്ലാം പോരെ, എല്ലാം പോരെന്ന് പറഞ്ഞു. എല്ലാരും ഇത് കേട്ട് വന്നു. വന്നപ്പോ പറയാ വന്നത് കൊള്ളാം,
എന്നേക്കാളധികം എന്തിനെങ്കിലും സ്നേഹിക്കുകയാണെങ്കിൽ വന്ന വഴിക്ക് പോക്കോ. എന്റെ കർത്താവേ, ഇതൊരു ചതിയായി പോയല്ലോ. അതെ, ഇത് പറയാൻ കൂടിയാ ഞങ്ങളെ വെച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഉള്ള സത്യം ഒന്ന് ചൊവ്വ പറഞ്ഞുതരാവോ? പറഞ്ഞുതരാം. വരാൻ വ്യവസ്ഥയില്ല, വന്ന വ്യവസ്ഥയുണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ പറയാം. വരാൻ ഒരു വ്യവസ്ഥയില്ല, എല്ലാവർക്കും വരാം. പക്ഷെ വന്നവർക്ക് വ്യവസ്ഥയുണ്ട്. നിക്കണമെങ്കിൽ വ്യവസ്ഥയുണ്ട്, കല്യാണം നടക്കണമെങ്കിൽ വ്യവസ്ഥയുണ്ട്, ദൈവരാജ്യത്തിൽ പോകണമെങ്കിൽ വ്യവസ്ഥയുണ്ട്. ആർക്ക് വേണേലും വരാം. അപ്പൊ ഇത് രണ്ടും പറയണോ? രണ്ടും പറയണോ? ഒരു സഭക്കാർ ഇത് രണ്ടും കൂടെ പറയുന്നില്ല. അതാ ഒരു കുഴപ്പം. ഒരു സഭക്കാർ ഈ ലൂക്കോസ് 14:25 മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. മറ്റേത് പറഞ്ഞേച്ച് വേണം ഇത് പറയാൻ. ഇതെല്ലാം ബൈബിൾ ക്ലാസ് എടുത്താലേ ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു കൂട്ടർ പറയുന്നറിയോ? ഞങ്ങൾ ക്വാണ്ടിറ്റിയിൽ വിശ്വസിക്കുന്നില്ല, ഞങ്ങൾ ക്വാളിറ്റിയിൽ വിശ്വസിക്കും. അപ്പൊ എന്റെ ചോദ്യം, ക്വാണ്ടിറ്റി വരാതെ എങ്ങനെ ക്വാളിറ്റി എടുക്കുന്നേ? കസേര ഇട്ടുകൊണ്ട് ക്വാളിറ്റി ആക്കാൻ പറ്റുമോ? ആള് കൂടുന്നില്ല കഥ. പിന്നെ ഏതിലാ കഥ? ആള് കൂടിയിട്ട് വേണ്ട ശുദ്ധീകരിച്ചെടുക്കാൻ. അപ്പൊ ആള് കൂടണ്ടെന്ന് പറയുന്ന ഒരു സഭയും ആള് കൂടിയാ മാത്രം മതി എന്ന് പറയുന്നത്, ഇത് രണ്ടും കൂടിയാ ഇപ്പൊ കളിച്ചോണ്ടിരിക്കുന്നത്. അതാണ്. എന്റെ പൊന്നു ചേട്ടാ, ആള് വരട്ടെന്നേ, എന്തെങ്കിലും കാണിച്ചിട്ട് വരട്ടെ. നമുക്ക് വന്നാലല്ലേ ശുദ്ധീകരണത്തിന്റെ കാര്യം പറയാൻ പറ്റുള്ളൂ. ഇത് നീ വീട്ടിൽ ഇരുന്ന് പറഞ്ഞാൽ ശുദ്ധീകരിക്കുന്നത് എങ്ങനെയാ? ജനം വരട്ടെ. ഉടനെ പറയുന്ന, അവിടെ രോഗശാന്തി അല്ലേ, അതെങ്കിലും ഉണ്ടല്ലോ, നിന്റെ അടുത്ത് അതെങ്കിലും ഉണ്ട്. ഒന്നുമില്ലാതെ എന്തിനാ ഇതൊക്കെ പറയുന്നത്? ജനം വരട്ടെ. ജനിച്ചു വളർന്ന മതം വിട്ട്, ചട്ടക്കൂട് വിട്ട്, ബന്ധങ്ങളെ വിട്ട് ഈ മാർഗത്തിൽ വരണമെങ്കിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കാതെ പറ്റുമോ? പിശാച് കെട്ടിയ കെട്ടുകൾ പൊട്ടിക്കാതെ എങ്ങനെ വരും? അങ്ങനെ വന്ന ശേഷം വചനം പഠിക്കുമ്പോൾ അവർ വിശുദ്ധിക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കും, വേർപാടിന് വേണ്ടി സമർപ്പിക്കും, അവർ ആരാധനയ്ക്ക് വേണ്ടി സമർപ്പിക്കും, അവർ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കും. അങ്ങനെയല്ലേ ഇത്രയൊക്കെ ആയത്? അപ്പോ വരാൻ വ്യവസ്ഥയൊന്നുമില്ല, പക്ഷെ വന്നവർ വ്യവസ്ഥ പാലിക്കണം. ഇതാണ് ഇതിന്റെ പ്രമാണം. ഓക്കെ, ഇനി വ്യവസ്ഥ എന്തുവാ? വ്യവസ്ഥ പേടിക്കൊന്നും വേണ്ട. അപ്പനെ അമ്മേ ഭാര്യ മക്കളെ എല്ലാം ഉപേക്ഷിക്കണമെന്നാണോ പാസ്റ്ററെ? അല്ലെന്നേ. വചനം പഠിക്ക്, വചനം പഠിക്ക്. നിനക്ക് നന്മയുണ്ടാകാനും ദീർഘായുസ് ഉണ്ടാകാനും എന്നാ ചെയ്യണം? ബഹുമാനിക്കണം. അല്ല ഉപേക്ഷിക്കണമെന്നാണോ? അല്ല. അപ്പൊ ബൈബിളിൽ വിരുദ്ധത വരത്തില്ലല്ലോ. അപ്പൊ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ആ കാര്യത്തിൽ വല്ല കുറവും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് പരിഹരിച്ചേക്കണം. അല്ലാതെ കാകളം തൊലിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. വയസ്സായ മാതാപിതാക്കളെ അവഗണിച്ച് അവരെ തിരിഞ്ഞു നോക്കാതെ ദൈവം ഞങ്ങളെ മാനിച്ചെന്ന് പറഞ്ഞ് വല്ലയിടത്തും പോയിരിക്കരുത്. അവരെ കൂടെ നോക്കണേ. സ്തോത്രം, 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 സ്തോത്രം. ഇല്ലെങ്കിൽ രക്ഷപ്പെടുകയില്ല. പിന്നെ ഭാര്യയെ സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കണമെന്ന് പറഞ്ഞപ്പോ പിന്നെ ഭാര്യ എങ്ങനെയാ പകയ്ക്കുന്നേ? മക്കളെ നന്നായിട്ട് വളർത്തണമെന്നല്ലേ ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവരെ പറഞ്ഞു വിടണമെന്നാണോ? അപ്പൊ പിന്നെ കർത്താവേ, ഇതിന്റെ അർത്ഥം എന്നാ? അതിന്റെ അർത്ഥം അറിയണമെന്ന് ആഗ്രഹമുണ്ടോ? മത്തായി 10:27 ഇപ്പൊ വായിച്ചതാ. ഒന്നുകൂടെ വായിച്ചത് ദൈവദാസനെ. മത്തായി 10:37 മുമ്പേ വായിച്ചതാ. 10:37. എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. അവിടെ നിങ്ങള് പേന ഉണ്ടെങ്കിൽ അടിവര ഇട്ടോണം. എന്നേക്കാൾ. അതാ വിഷയം. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ യേശുവിനേക്കാൾ വലുതൊന്നും നിനക്കുണ്ടാകരുത്. ഭാര്യ, മക്കള്, സമ്പത്ത്, ജോലി, ഉദ്യോഗം എല്ലാം യേശു കഴിഞ്ഞേ വരാവുള്ളൂ. ഒന്നാം സ്ഥാനം കർത്താവിന് കൊടുക്കുക എന്ന് മാത്രമേ ഇതിന് അർത്ഥമുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതെന്താ ഇതിന്റെ അർത്ഥം? കർത്താവ് പറയുക, എന്നേക്കാൾ അധികം നീ എന്തിനെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ വന്നതുകൊണ്ട് പ്രയോജനമില്ല. അപ്പോഴും സംശയം വരിക,
രോഗസൗഖ്യം കിട്ടുന്നതിന് ഈ വ്യവസ്ഥ ഇല്ലില്ല. 10 കുഷ്ഠരോഗി വന്നു, 10 പേര് സൗഖ്യമായി. ഒരുത്തൻ മാത്രമേ കർത്താവിനെ സ്നേഹിക്കാൻ വന്നുള്ളൂ. അവന്റെ സൗഖ്യം തിരിച്ചു ചോദിച്ചില്ല. അപ്പൊ കർത്താവിനെ മറ്റെല്ലാറ്റിനേക്കാളും അധികം സ്നേഹിക്കുന്നവർക്ക് മാത്രമേ രോഗശാന്തി ഉള്ളൂ എന്ന് ധരിക്കണ്ട. തമ്പുരാൻ അതങ്ങ് ഫ്രീ ആയിട്ട് കൊടുക്കുക. വിടുതല്, സൗഖ്യമൊക്കെ കർത്താവ് ഇന്ന് രാത്രി ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് തരും. അത് ദൈവത്തിന്റെ മഹാഹൃദയമാണ്, അത് അവന്റെ നന്മയുടെ ഭാഗമാണ്. എന്നാൽ ഉപദേശം വേറൊന്നാ. ശിഷ്യനാകണമെങ്കിൽ, ദൈവരാജ്യത്തിൽ പോകണമെങ്കിൽ, നിത്യതയിൽ കർത്താവിനോടൊത്ത് ജീവിക്കണമെങ്കിൽ നിനക്ക് പ്രയോറിറ്റി റീസെറ്റ് ചെയ്തേ പറ്റൂ. നിന്റെ ജീവിതത്തിന്റെ 1-ാം സ്ഥാനത്ത് യേശു കർത്താവ് വരണം. മുന്നമേ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. പ്രിയപ്പെട്ടവരെ, കേട്ടോണ്ടിരിക്കുമ്പോൾ തീരുമാനവും പറയാൻ കർത്താവിനോട്, തീരുമാനങ്ങൾ എടുക്കാൻ കർത്താവിന്റെ സന്നിധിയിൽ. കർത്താവിനോട് നമുക്ക് ഏറ്റു പറയാം, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കർത്താവിനേക്കാൾ അധികമായി സ്നേഹിക്കുന്ന എന്തെങ്കിലും ജീവിതത്തിലുണ്ടെങ്കിൽ അതിനെ ഒന്നും മാറ്റാനായിട്ട് ദൈവത്തിന്റെ വലിയ സഹായത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. കർത്താവിനെ എല്ലാറ്റിനേക്കാളും അധികം സ്നേഹിക്കുന്ന ഒരു ഹൃദയം ഇന്ന് രാത്രിയിൽ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു വാക്യം കൂടെ പെട്ടെന്ന് വായിച്ചാൽ, യോഹന്നാൻ 21:15. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. ആമേൻ. അതിനവൻ, മതി, ഇനിയുള്ളത് നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. പത്രോസിന്റെ നേതൃത്വത്തിൽ മീൻ പിടിക്കാൻ പോയവർക്ക് ഒന്നും കിട്ടാതെ നിരാശപ്പെട്ട് തിരികെ വരുമ്പോൾ മെശിയാ തമ്പുരാൻ കരയിൽ നിൽപ്പുണ്ട്. അവർക്ക് കഴിക്കാൻ ചൂടുള്ള ബ്രേക്ക്ഫാസ്റ്റ് യേശു തമ്പുരാൻ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. കുഞ്ഞുങ്ങളെ, വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവീൻ, ബ്രേക്ക്ഫാസ്റ്റ് റെഡി എന്നാണ് ഇംഗ്ലീഷ്. അവർക്ക് യേശു വിളമ്പി കൊടുത്തു. ബുഫേ അല്ലായിരുന്നു, കർത്താവ് വിളമ്പി കൊടുത്തു എന്നാണ് വായിക്കുന്നത്. വീണ്ടും വീണ്ടും കർത്താവ് എടുത്തു കൊടുത്തെന്ന് എഴുതിയിട്ടുണ്ട്. മീൻ കഷ്ണം വീണ്ടും കൊടുത്തു, അവർ കഴിച്ചു. മനോഹരമായൊരു ചാപ്റ്ററാണത്. ഇങ്ങനെയെല്ലാം കഴിച്ച് തൃപ്തി ആയി കഴിഞ്ഞപ്പോൾ യേശു മുമ്പേ ഞാൻ ചോദിച്ച പോലെ തൊട്ടടുത്ത് പോയിരുന്ന് കണ്ണിലേക്ക് നോക്കി ചോദിച്ചു, യോഹന്നാന്റെ മകനായ ശീമോനെ, ഈ അപ്പന്റെ പേര് കൂട്ടി വിളിക്കുന്നത് കോടതിയിലാണ്. ചാക്കോ മകൻ മാത്യു വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ വേറെ മാത്യു കയറി വരരുത്, ആള് മാറരുത്. ഇതുപോലെയാ തമ്പുരാനും ഇടപെടുന്നത്. അത് മറ്റവനോടായിരിക്കും, ഇവനോടായിരിക്കും എന്നൊന്നും പറഞ്ഞ് നീ ഒഴിയരുത്. അതിന് അപ്പന്റെ പേര് കൂട്ടിയാ വിളിക്കുന്നത്. യോഹന്നാന്റെ മകനായ ശീമോനെ, നിന്നോട് തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, നീ യഥാർത്ഥത്തിൽ എന്നെ സ്നേഹിക്കുന്നുണ്ടോ, അതോ ചുമ്മാ ഒരു ഉദ്യോഗമായിട്ട് ഇതിനകത്ത് വന്നതാണോ? അപ്പൊ നിങ്ങൾ ഇത് മനസ്സിലാക്കേണ്ട എന്നാ അറിയോ? കർത്താവിന് ഇത് മാത്രം അറിഞ്ഞാൽ മതിയോ? ഇത് മാത്രം അറിഞ്ഞാൽ മതി. യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഈ പടകിനേക്കാൾ, ഈ വലയേക്കാൾ, ഈ ബിസിനസിനേക്കാൾ, ഈ സുഹൃത്തുക്കളെക്കാൾ, ഇതിനൊക്കെയുള്ള എല്ലാറ്റിനേക്കാളും ശരിക്കും എന്നെ സ്നേഹിക്കുന്നുണ്ട്. ആദ്യം പറഞ്ഞുണ്ടെന്ന് കർത്താവ് വീണ്ടും ചോദിച്ചു, നേരെയാണോ? ആ. മൂന്നാമത് ചോദിച്ചു, പിന്നെയും ചോദിച്ചോ, പറഞ്ഞു നിനക്കറിയാം. ആ, അത്രയൊരു ബോധം വന്നത് വലിയൊരു വിടുതലായിപ്പോയി. കർത്താവെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടോന്ന് പോലും നിനക്കേ അറിയത്തുള്ളൂ. സ്തോത്രം. അത്ര അവൻ സമ്മതിച്ചപ്പോഴാണ് കർത്താവ് അവന് ഓർഡിനേഷൻ കൊടുത്തത്. ഇടയ ശുശ്രൂഷയുടെ ഒരു കൈമാറ്റം അവിടെ. എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. വാസ്തവത്തിൽ ഇതൊരു ഓർഡിനേഷൻ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ആടിനെ നിന്നെ ഏൽപ്പിക്കണമെങ്കിൽ നിന്റെ സ്നേഹം എനിക്കൊന്ന് ടെസ്റ്റ് ചെയ്യണം. എന്നെ നീ സ്നേഹിച്ചാലേ ഞാൻ രക്തം കൊടുത്തു മേടിച്ച ആടിനെ നിന്നെ ഏൽപ്പിക്കാൻ എനിക്ക് പറ്റത്തുള്ളൂ. ഒരുപാട് ഉപദേശിമാർ ഈ യോഗത്തിൽ വന്നിട്ടുണ്ട്. കർത്താവിന്റെ ദാസന്മാരെ, കർത്താവ് ചോര കൊടുത്ത് സമ്പാദിച്ച ആട്ടിൻകൂട്ടത്തെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചെങ്കിൽ നിന്നെ എന്തോരം കർത്താവ് വിശ്വസിച്ചു എന്ന് നീ ഓർക്കണം. അതുകൊണ്ട് ഇന്ന് രാത്രി കർത്താവ് ചോദിക്കുക, നീ യഥാർത്ഥത്തിൽ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പത്രോസ് കരയുകയാണ് അവിടെ. എനിക്ക് നിങ്ങളെ ഓർപ്പിക്കാനുള്ള ഈ ദൂത്
ഒന്നോ രണ്ടോ പേരുടെ അകത്ത് കയറിയാ പോരാ, എല്ലാവരുടെ അകത്തൊന്ന് കയറണം. കർത്താവ് ഇന്ന് രാത്രി എന്നോടും നിങ്ങളോടും തോളത്ത് കൈവച്ചോണ്ട് കണ്ണിൽ നോക്കി ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒറ്റ ചോദ്യമേ ഉള്ളൂ: നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നിന്റെ ഈ ബിസിനസിനേക്കാൾ, നിന്റെ സമ്പത്തിനേക്കാൾ, ആരോഗ്യത്തെക്കാൾ, സൗന്ദര്യത്തെക്കാൾ, ശബ്ദത്തെക്കാൾ, ശുശ്രൂഷയേക്കാൾ, കുടുംബത്തെക്കാൾ, കുഞ്ഞുങ്ങളെക്കാൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഈ രാത്രിയിൽ ഇവിടെ ഇരുന്നുകൊണ്ട് പറയണം, കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇല്ലെങ്കിൽ പറയണം, കർത്താവേ പൂർണ്ണമായിട്ടും എനിക്കത് പറയാൻ വിഷമമുണ്ട്. ഇതിനകത്ത് ബൈബിൾ മുഴുവൻ അടങ്ങിയെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ഇതുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ടെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. യഥാർത്ഥത്തിൽ കർത്താവിനെ സ്നേഹിക്കുന്നു എങ്കിൽ എല്ലാം അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഒരു 2-3 വാക്യങ്ങളൂടെ കാണിച്ചിട്ട് പ്രാർത്ഥിക്കാൻ പോ. പെട്ടെന്ന് എടുത്തു. യോഹന്നാൻ 14:15. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. കൽപ്പനകളെ കാത്തുകൊള്ളും. സ്നേഹിക്കുന്നവൻ കൽപ്പന കാക്കും. 23. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും. സ്നേഹിക്കുന്നവൻ വചനം പ്രമാണിക്കും. എന്റെ പിതാവ് അവനെ സ്നേഹിക്കും. മതി. സ്നേഹിക്കുന്നവൻ വചനം പ്രമാണിക്കും. സ്നേഹിക്കുന്നവൻ കൽപ്പന കാക്കും. പ്രൈസ് ദി ലോർഡ്. 1 യോഹന്നാൻ 5:1, 2, 3, 4. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. പിന്നെ ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവനെല്ലാം അവനിൽ നിന്ന് ജനിച്ചവനെയും സ്നേഹിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിച്ചു അവന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുമ്പോൾ ദൈവമക്കളെ സ്നേഹിക്കുന്നു എന്ന് അതിനാൽ അറിയാം. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. ദൈവത്തോടുള്ള സ്നേഹം വെളിപ്പെടുന്നത് വചനം അനുസരിക്കുന്നതിലൂടെയാണ്. അവന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അടുത്ത വാക്യം, അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. നിങ്ങൾ ഈ വാക്യം ഇതിനു മുമ്പ് ധ്യാനിച്ചിട്ടുണ്ടോ? ഞാൻ വിശദീകരിക്കാം. അവന്റെ കൽപ്പന ഭാരമുള്ളതാണ്. ഇത്രയും ഭാരമുള്ള കൽപ്പന ഭൂമി വേറെയില്ല. നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാ. ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവീൻ, ഭാരമുള്ളതല്ലേ? ശത്രുക്കളെ സ്നേഹിക്കുവീൻ, ഭാരമുള്ളതല്ലേ? മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്യണമെന്നുള്ളത് നിങ്ങൾ അവർക്ക് ചെയ്യുവീൻ, ഭാരമുള്ളതല്ലേ? ഒരു നാഴിക നിന്നോടുകൂടെ നടക്കാൻ ആവശ്യപ്പെട്ടാൽ ഭാരമുള്ളതല്ലേ? ഇതൊന്നും ശ്രദ്ധിക്കാതെ ഈ വാക്യം വായിച്ചിട്ട് എന്ത് പ്രയോജനം? അവന്റെ കൽപ്പന ഭാരമുള്ളതാണ്. പക്ഷെ യോഹന്നാൻ പറയുന്നു, സ്നേഹത്തിന്റെ അപ്പോസ്തലൻ പറയുന്നു, അവന്റെ കൽപ്പന ഭാരമുള്ളതല്ല. ഞാൻ വ്യക്തിപരമായി കർത്താവിനോട് ചോദിച്ചു, കർത്താവ് എനിക്കിത് മനസ്സിലാകുന്നില്ല. അപ്പൊ കർത്താവ് എന്നോട് പറഞ്ഞെന്ന് എന്റെ വിശ്വാസം. ഒന്നുകൂടെ വായിക്കാൻ. അപ്പൊ ഞാൻ മുകളിൽ നിന്ന് ഒന്നുകൂടെ വായിച്ചു. അപ്പൊ 1, 2, 3 വായിച്ചെന്നോർത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഗ്രഹിക്കാൻ വേണ്ടി വായിക്കണമെന്നേ ഉള്ളൂ. അവിടെ എഴുതിയിരിക്കുക, അവനെ സ്നേഹിക്കുന്നവർക്ക് അവന്റെ കൽപ്പന ഭാരമുള്ളതല്ല. അതാ അതിന്റെ കാര്യം. അവിടെ അതിന്റെ മുകളിലുണ്ടല്ലോ, സ്തോത്രം. അവന്റെ കൽപ്പന പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അവന്റെ കൽപ്പന ഭാരമുള്ളതല്ല. അപ്പൊ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് കൽപ്പന, സ്നേഹിക്കുന്നവർക്ക് ഭാരമില്ലെന്നേ. മനസ്സിലാവുന്നുണ്ടോ? ശരിക്കും മനസ്സിലാവുന്നുണ്ടോ? കർത്താവിനെ സ്നേഹിക്കുകയാണെങ്കിൽ നമുക്ക് കൽപ്പന ലൈറ്റ് ആവും. എങ്ങനെയതൊന്നും തെളിയിച്ചു തരുന്നേ? ഒരമ്മ ഒരു കുഞ്ഞിനെ എടുത്തോണ്ട് വരിക. നടന്നു വരുന്ന കണ്ടപ്പം വിഷമം തോന്നിട്ട് വേറൊരു സഹോദരി ഇഞ്ഞ് മേടിച്ച് 2 മിനിറ്റ് കഴിഞ്ഞപ്പോ താഴോട്ട് വെച്ചു പറഞ്ഞു, എന്നാ കന. കഴിഞ്ഞ 15 മിനിറ്റ് ആ സഹോദരി ഈ കൊച്ചിനെ എടുത്തോണ്ട് വന്നിട്ട് ഒരു പ്രാവശ്യം പോലും പറഞ്ഞില്ല എന്നാ കന. ഈ പുള്ളിക്കാരത്തി താഴെ വെച്ച കണ്ട ഉടനെ പുള്ളിക്കാരത്തി വന്ന് എടുത്തിട്ട് അകത്ത് കൊണ്ടുപോയി ഏതാണ്ടെല്ലാം പിന്നെയും കൊടുക്കുക കനം കൂട്ടാൻ വേണ്ടി. ഏതെങ്കിലും ഒരു അമ്മ മോനെ നോക്കിയിട്ട് നിനക്ക് എന്നാ വണ്ണാടാ മോനെ എന്ന് പറഞ്ഞിട്ടുണ്ടോ? പറയുകയില്ല.
ക്ഷീണിച്ചെന്ന് പറയത്തുള്ളൂ. അത് അമ്മയും മക്കളും ഒക്കെ ആയിട്ട് ജീവിച്ചിട്ടുള്ളവർക്ക് അറിയാം. എന്നാ ക്ഷീണാ മോനെ നിനക്കെന്നാ ചോദിക്കുന്നത്. അതെന്നാന്നറിയോ? അമ്മയ്ക്കേ അങ്ങനെ ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ സ്നേഹിച്ചാൽ പിന്നെ കനമില്ലെന്നേ. സ്നേഹിച്ചാൽ പിന്നെ കനമില്ല. പ്രൈസ് ദി ലോർഡ്. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എത്ര നടന്നാലും കുഴപ്പമില്ല. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എത്ര ചുമന്നാലും കുഴപ്പമില്ല. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തെല്ലാം നാണക്കേട് സഹിച്ചാലും കുഴപ്പമില്ല. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി രക്തം കൊടുത്താലും കുഴപ്പമില്ല. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി തല്ലുകൊണ്ടാലും കുഴപ്പമില്ല. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നിന്ന സഹിച്ചാലും കുഴപ്പമില്ല. അവന്റെ കൽപ്പന ഭാരമുള്ളതല്ല. ആർക്ക്? അവനെ സ്നേഹിക്കുന്നവർക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടല്ലേ വില്യം കേറി ഐസ് വീഴുന്ന നാട്ടിൽ നിന്ന് വന്ന് തീമഴ പെയ്തുകൊണ്ടിരിക്കുന്ന കൽക്കട്ടായി താമസിച്ചത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹ്യൂസ്റ്റണിൽ പാസ്റ്റർ ജോൺസൺ ഡാനിയലിന്റെ സ്നേഹിതൻ ഒരു ഡോക്ടർ ജോൺസൺ ഉണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം എന്നെ കൽക്കട്ടയിൽ നിന്ന് വിളിച്ചു. പാസ്റ്ററെ, മിഷനെ കുറിച്ച് വല്ലയിടത്തുമെങ്കിലും പറയുന്ന ഒരു ഉപദേശിയാണല്ലോ എന്ന് ഓർത്ത് ഞാൻ വിളിക്കുക. ഞാൻ നോർത്ത് ഇന്ത്യയിൽ ഉണ്ടെന്ന് പറഞ്ഞു. ഈ അമേരിക്ക കുറെ കാലം താമസിച്ചേച്ച് പിന്നെ ഇവിടെ താമസിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര ഈസി ഒന്നും അല്ല. പിന്നെ അങ്ങോട്ട് പോകാതിരിക്കണം. അവിടെ ഒരു സ്ഥിരതാമസത്തിന് സൗകര്യം കിട്ടിയവരൊക്കെ അവിടെ ഇരുന്നോണ്ട് ഇങ്ങോട്ട് ഒരു കത്തയക്കുകയോ ഫോൺ വിളിക്കുകയോ എന്നല്ലാതെ ഇവിടെ വന്നൊന്നും താമസിക്കാനൊന്നും പറ്റുകയില്ല. അതുപോലെ ഒരു സംവിധാനം അവിടെ ഒരുക്കിയിട്ടിരിക്കുന്നത്. അത് അങ്ങനെയാ അതിന്റെ കിടപ്പ്. അത് ഇവിടെ ഒന്നുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ നിന്ന് ഇവിടെ വന്ന് ഈ വേലയെ സ്നേഹിക്കണമെങ്കിൽ കർത്താവിനെ സ്നേഹിക്കാതെ പറ്റത്തില്ല. അത് എത്ര പറഞ്ഞാലും പറ്റത്തില്ല. എൻ്റെ ഒരു സ്വന്തം ആള് വീട്ടിൽ വന്നപ്പോൾ കുടിക്കാൻ വെള്ളം കൊടുത്തു. എന്നോട് ചോദിച്ചു, ഈ വെള്ളം ടെസ്റ്റ് ചെയ്തതാണോ? ഞാൻ പറഞ്ഞു, അറിയാൻ മേല. ഇതെവിടുത്തെയാ? ഞാൻ പറഞ്ഞു, ഈ കിണറ്റില്ല. ഇത് കുടിക്കാവോ? ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഇതാ കുടിക്കുന്നു. ഓരോ നാട്ടിന്റെ താമസത്തിന്റെ പ്രശ്നമായതേ. അത് കഴിഞ്ഞ് ബീഫ് കറി കൊടുത്തു. ഈ ബീഫിനെ ടെസ്റ്റ് ചെയ്തതാണോ? ഞാൻ പറഞ്ഞു, മനുഷ്യനെ ടെസ്റ്റ് ചെയ്യാൻ ഇവിടെ നേരെയില്ല. അന്നേരം ബീഫിനെ ടെസ്റ്റ് ചെയ്ത്. ചുരുക്കി പറഞ്ഞാൽ ഇവർക്ക് ഒന്നും കഴിയാൻ പറ്റിയല്ല. അങ്ങനെ ഒരു സംവിധാനത്തെ കുറ്റം പറയുകയല്ല കേട്ടോ. ഞാൻ ചോദിച്ചു, ഇങ്ങനെയൊക്കെ ടെസ്റ്റ് ചെയ്ത് ജീവിച്ചാൽ നിങ്ങൾ എത്ര കൊല്ലം ജീവിക്കും? 78. ഞങ്ങൾ 88ന്റെ കാര്യം ഉറപ്പന്നു. ഒരു പ്രത്യേക അസുഖമായത്. അറിവ് കൂടുന്തോറും പേടി കൂടുക. തൊടാൻ മേലെ. പാറ്റായെ കണ്ട നാട് വിട്ടുപോകും. ഉറുമ്പിനെ കണ്ട ജീവിതം അവസാനിപ്പിക്കും. കുറ്റം പറയുകയാണെന്ന് ഓർക്കല്ലേ. ഞാൻ പറഞ്ഞു വന്നെന്നാന്നറിയോ? ഇങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് ഇവിടെ വന്ന് കിടക്കണമെങ്കിൽ എന്തെങ്കിലും അകത്ത് കയറാതെ പറ്റുകയില്ല. ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് കൽക്കട്ടയിൽ കൂടെ നടക്കണമെങ്കിൽ എന്തെങ്കിലും കയറാതെ പറ്റുകയില്ല. ഓ, കർത്താവിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞാൽ കൊതുകിന്റെ കടി സാരമില്ല. കർത്താവിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞാൽ ഉറുമ്പിനെ പേടിക്കേണ്ട കാര്യമില്ല. ഭാരതത്തിലെ മതം മാറ്റത്തിന്റെ ഭീഷണിയും ദൈവത്തെ സ്നേഹിക്കുന്നവനെ ബാധിക്കയില്ല. അവന്റെ കൽപ്പന ഭാരമുള്ളതല്ല. Praise the Lord. Hallelujah. Hallelujah. ഞങ്ങളുടെ ദേശത്തുനിന്ന് 9 ചെറുപ്പക്കാര് മെനിഞ്ഞാന്ന് ബീഹാറിലോട്ട് പോയിരിക്കുക. ഇത്രയും തണുപ്പുണ്ടെന്ന് അവർ വിചാരിച്ചില്ല. അവിടെ ചെന്ന് കഠിന തണുപ്പ. പ്രൈസ് ദി ലോർഡ്. അവിടെയാണ് കോട്ടയത്ത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഡോക്ടർ എബി വർഷങ്ങളായിട്ട് പോയി കിടക്കുക കുഞ്ഞുങ്ങളെ കൊണ്ട്. അവന്റെ കൽപ്പന ഭാരമുള്ളതല്ല. അവനെ സ്നേഹിക്കുന്നവർക്ക് അവന്റെ കൽപ്പന ഭാരമുള്ളതല്ല. ഞങ്ങൾ ഓരോ മാസം ഓരോ ടീം പോയി ആ വർക്കിനെ കണ്ട് ദൈവത്തെ സ്തുതിക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ കർത്താവിനെ സ്നേഹിക്കുന്നെന്നൊന്ന് പറയരുത്. പറഞ്ഞാൽ മിഷൻ വീട്ടിലോട്ടൊക്കെ പോകാൻ ചിലപ്പോ പറയും. പ്രൈസ് ദി ലോർഡ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന സൗകര്യങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എന്നാൽ ഇവിടെ കിടന്ന് ഇടികൂടാതെ സുവിശേഷം എത്തിയിട്ടില്ലാത്ത സ്ഥലങ്ങളിലേക്ക് ഒന്ന് എത്തി നോക്കാൻ, നഷ്ടപ്പെടുന്ന ആത്മാക്കളുടെ അടുക്കലേക്ക് ഒന്ന് എത്തി നോക്കാൻ ഇവിടുന്ന് വല്ല ചെറുപ്പക്കാരെയും ദൈവം വിളിക്കുന്നുണ്ടോ ഇന്ന് രാത്രി?
ആരുണ്ട് മിഷൻ ഫീൽഡിലോട്ടൊന്ന് പോകാൻ? ഞാൻ മിഷണറിമാരുമായിട്ട് ഇടപെട്ടപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം കേൾക്കണോ? പൈസ അല്ല ഇപ്പൊ പ്രശ്നം. ഞാൻ ചോദിച്ചു, സാറേ ഇപ്പൊ അത്യാവശ്യമുള്ള പൈസ? എന്റെ പൊന്നു പാസ്റ്ററെ, മിഷൻ വേണ്ടി പൈസ അല്ല ഇപ്പൊ ആവശ്യം, മിഷണറിമാരെയാണ് ആവശ്യം. പൈസ ആരെങ്കിലും ഒക്കെ തരും. മിഷൻ വീടിൽ പ്രാർത്ഥിച്ചാൽ പൈസ വരും. പൈസക്കൊന്നും അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലെന്ന്. പിന്നെ അന്നത്തിനാ ബുദ്ധിമുട്ട്, സമർപ്പിതരായ ചെറുപ്പക്കാർക്കാ ബുദ്ധിമുട്ട്. ഇതൊരു ബൈബിൾ സെമിനാരി അല്ലേ? എന്നോട് വഴക്കൊന്നും തോന്നരുതേ. പഠിച്ചിറങ്ങുന്നതിന് മുമ്പത്തെ ചോദ്യമാണ്, സഭ കിട്ടുവോ? സഭ കിട്ടുകയല്ല, ഒരു സഭ ഉണ്ടാക്കണം. നിന്റെ ആയുസ്സിൽ ഒരു സഭ ഉണ്ടാക്കണം. ഈ കഴിഞ്ഞ ട്രിപ്പിൽ വന്ന സഹോദരന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. 200 മൈൽ അകലെ ഒരു പാസ്റ്റർ ഇല്ല. ഇവിടെ 2 മൈലിനുള്ളിൽ 20 പേരെ കിട്ടും. 200 മൈലിനുള്ളിൽ ഒരു പാസ്റ്ററെ കിട്ടാനില്ല. ഇതാണ് ഈ രാജ്യത്തിന്റെ അവസ്ഥ. ഇവിടെ 2 മൈലിനുള്ളിൽ 20 പേർ. എന്നിട്ട് പിന്നെ കമ്മിറ്റി തന്നെ കമ്മിറ്റി. പിന്നെ ഈ സ്ഥാനമാനങ്ങളുടെ എണ്ണം കൂട്ടുക എന്നുള്ളതാ ഇനിയിപ്പോ ഒരു മാർഗമുള്ളൂ. ഒരു 20 സെക്രട്ടറിമാരെ, ഒരു 35 വൈസ് പ്രസിഡന്റ് ഒക്കെ വെക്കാം. അല്ലാതെ ഇപ്പൊ എങ്ങനെ ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നേ? ഇതെന്തോ നാശത്തിന്റെ ആരംഭമാണ്. ഈ അമിതമായ പൊളിറ്റിക്സ് വലിയ ന്യായവിധിയുടെ ആരംഭമാണ്. ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിക്കാൻ സമയമായി. ഡേറ്റ് എഴുതി വെച്ചോ. ആരുണ്ട് ഒന്ന് കാണാനെങ്കിലും പോകാൻ? സുവിശേഷം എത്തിയിട്ടില്ലാത്ത സ്ഥലങ്ങൾ 100 കണക്കിന് ഈ രാജ്യത്തിരിയും വരണ്ടു കിടക്കുമ്പോൾ നീ രാഷ്ട്രീയം പഠിക്കുകയാണോ? രാഷ്ട്രീയം പഠിക്കുകയാണോ? നിർത്തുന്ന രാത്രി എടുക്ക് പുസ്തകം, കുരിശ് ചുവന്നവന്റെ പുറകെ ഇറങ്ങ. തീരണം പാരിലെന്നാൾ തിരുപ്പാദ സേവയതാൽ. തീരണം പാരിലെന്നാൾ തിരുപ്പാദ സേവയതാൽ. ചേരും ഞാൻ ഒടുവിലൻ പ്രിയനരികിൽ. അവൻ എന്നെ മാറോടണയ്ക്കും. ചേരും ഞാൻ ഒടുവിലൻ പ്രിയനരികിൽ. അരുമയോടവൻ എന്നെ മാറോടണയ്ക്കും. കുരിശെടുത്ത യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ. കുരിശെടുത്ത യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ. മാറിടും അനുജരെല്ലാം, മറന്നിടും സ്നേഹിതരും. മാറിടും അനുജരെല്ലാം, മറന്നിടും സ്നേഹിതരും. മാറ്റമില്ലാത്തവനും മാനുവേ മഹിമയിൽ വാഴുന്നു ഇന്നും എനിക്കാ. മാറ്റമില്ലാത്തവനും മാനുവേ മഹിമയിൽ വാഴുന്നു ഇന്നും എനിക്കാ. കുരിശെടുത്ത യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ. കുരിശെടുത്ത യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ. ശ്രദ്ധിച്ചേ, ആ പാട്ട് തന്നെ നമ്മൾ പാടാൻ പോവാണ്. ആ പാട്ട് കൊയർ പാടുമ്പോൾ നിങ്ങൾക്ക് ചേർന്ന് പാടാൻ പറ്റും. പക്ഷെ ഒരു ചോദ്യം,
കർത്താവിനെ സ്നേഹിക്കുന്നു പറഞ്ഞു വെച്ച് ഇവിടെ നിന്ന് പോയാൽ മതിയോ? Praise the Lord. എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പന പ്രമാണിക്കും. എന്താ കൽപ്പന? എന്താ കൽപ്പന? ആത്യന്തികമായ കൽപ്പന എന്താ? സുവിശേഷം അറിയിക്കലല്ലേ? അല്ലേ? Praise the Lord. എവിടെ എത്തി നമ്മുടെ വേല? ഇവിടെ മാത്രമല്ലേ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആയുള്ളൂ. ഈ രാജ്യം എത്രയോ വലുതാണ്. യേശുവിനെ കിട്ടാത്ത ജനം ഇനി എത്ര അധികമുണ്ട്. സുവിശേഷത്തിന് വേണ്ടി പോകുവാൻ എത്ര പേര് ഇന്ന് രാത്രി സമർപ്പിക്കും? ഒന്ന് കണ്ണുകൾ അടച്ച്. ഹല്ലേലൂയ. ഞാൻ കർത്താവിനോട് പറഞ്ഞത് ഞാനങ്ങ് പറയാ, സഭാ രാഷ്ട്രീയത്തിൽ നിന്ന് നമ്മുടെ ചെറുപ്പക്കാർ പുറത്തു വന്നേ പറ്റൂ. ഇല്ല എങ്കിൽ ഗുരുതരമായ വില നാം കൊടുക്കേണ്ടി വരും. Praise the Lord. മിഷനെ കുറിച്ചൊരു കാഴ്ചപ്പാട് നമ്മുടെ തലമുറയ്ക്ക് ഉണ്ടായേ പറ്റൂ. ഇന്നിവിടെ ഇരിക്കുന്നവർ കണ്ണുകൾ അടച്ചാട്ട്. ഒരു സുവിശേഷകൻ ഇല്ലാത്ത ദേശത്തേക്ക് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുന്നവർ കൈ ഉയർത്തിപ്പിടിച്ച്, ലജ്ജിക്കാതെ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച്. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? സാധാരണഗതിയിൽ കൈ ഉയർത്തുന്നതിന്റെ പകുതിയെ എഴുന്നേറ്റ് നിൽക്കാറുള്ളൂ. ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ഒരു സുവിശേഷകൻ ഇല്ലാത്ത സ്ഥലത്തേക്ക് ഞാൻ എന്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞേ. നിങ്ങൾ സത്യമായിട്ട് ആ തീരുമാനം എടുത്തെങ്കിൽ നിങ്ങൾ ലജ്ജിച്ചു പോകത്തില്ല. നിങ്ങളെ കാത്ത് അത്ഭുത വഴികൾ ഇരിപ്പുണ്ട്. നിങ്ങൾ കൈ തൊടുമ്പോൾ സൗഖ്യമാകാൻ ചില രോഗികൾ അവിടെ നിൽപ്പുണ്ട്. നീ കൈ നീട്ടുമ്പോൾ ചില ചെങ്കടൽ മുറിയുവാൻ കാത്തിരിപ്പുണ്ട്. നീ പറയുമ്പോൾ പുറത്തു പോകുവാൻ ചില അശുദ്ധാത്മാക്കൾ നാളുകളായി നിൽപ്പുണ്ട്. ഇത് ഞാൻ പ്രവചിച്ചു പറയുന്നു. ഇത് ഇന്ത്യയുടെ ഉണർവിന്റെ വർഷമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ അവിടെ നിൽക്കണം. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, ഒരുവിധം ആരോഗ്യമുള്ളവർ, സുവിശേഷം എത്തിയിട്ടില്ലാത്ത മിഷൻ ഫീൽഡുകളിൽ ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ വിസിറ്റ് ചെയ്യും എന്ന് പറയുന്നവരത് കൈ ഉയർത്തിക്കേ. കുറച്ചു പേരുണ്ടല്ലോ. ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഇവിടെയുള്ള ദൈവദാസന്മാരോട് ചോദിക്കുക. ഇല്ലെങ്കിൽ എന്നെ ഫോൺ വിളിക്കുക. ഞാൻ നിങ്ങൾക്ക് അതിനുള്ള റൂട്ട് പറഞ്ഞു തരാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. അതിനുശേഷം നമ്മൾ പാടാൻ പോവുകയാണ്. പരിശുദ്ധ പിതാവേ, യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ ഞാൻ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയെ സ്നേഹിക്കുന്നവർ അങ്ങയുടെ കൽപ്പന പ്രമാണിക്കുമല്ലോ. അങ്ങയുടെ ആത്യന്തികമായ കൽപ്പന സുവിശേഷം എത്തിയിട്ടില്ലാത്ത ദേശത്ത് സുവിശേഷം എത്തുക എന്നുള്ളതാണല്ലോ. അതിനുവേണ്ടി മനസ്സ് തുറന്ന് സമ്മതിച്ച് എഴുന്നേറ്റ് നിൽക്കുന്ന ഈ മാന്യ യൗവനക്കാരെ, കുഞ്ഞുങ്ങളെ, സഹോദരിമാരെ, സഹോദരന്മാരെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് അവർക്കൊരു കൺഫർമേഷൻ കിട്ടത്തക്കവണ്ണം അഭിഷേകത്തിന്റെ ഒരു ശക്തിയേറിയ അനുഭവം ഈ പന്തലിലേക്ക് അയക്കുമാറാകണമേ. ഞങ്ങളുടെ കർത്താവ് വരാൻ പോവുകയാണല്ലോ. ഞങ്ങളെ ഒരുക്കണമേ യേശുവിന്റെ നാമത്തിൽ തന്നെ. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഈ പാട്ട് ചേർന്ന് കരങ്ങളടിച്ചു പാടാം. യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ. ഭാരങ്ങൾ നേരിടുമ്പോ കരങ്ങളെ താങ്ങിടുന്നു. അവൻ ഭാരങ്ങൾ നേരിടുമ്പോ കരങ്ങളെ താങ്ങിടുന്നു. മരണത്തിൻ താഴ്വരെ അറിയുമെന്നെ ഇരിയാകമാതുര നല്ല സഹിത. മരണത്തിൻ താഴ്വരെ അറിയുമെന്നെ ഇരിയാകമാതുര നല്ല സഹിത. കുരിശെടുത്ത് യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ. കുരിശെടുത്ത് യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ. മാറിടും മനുജരല്ല, മറന്നിടും സ്നേഹിതരും. മാറിടും മനുജരല്ല, മറന്നിടും സ്നേഹിതരും.
ആമേൻ. മാറ്റമില്ലാത്തവനിൽ നാനുവേ മഹിമയിൽ വാഴുന്നു ഇന്നും എനിക്കാൻ. മാറ്റമില്ലാത്തവനിൽ നാനുവേ മഹിമയിൽ വാഴുന്നു ഇന്നും എനിക്കാൻ. കുരിശെടുത്ത് എന്റെ യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ. കുരിശെടുത്ത് എന്റെ യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ. തീരണം പാരിലെന്ന തിരുപദ സേവയതാ. ആമേൻ. തീരണം പാരിലെന്ന തിരുപദ സേവയതാ. ചേരും ഞാനോടുമിലൻ പ്രിയനരികിൽ അരുമയോടവൻ എന്റെ മാറോടണയ്ക്കും. ചേരും ഞാനോടുമിലൻ പ്രിയനരികിൽ അരുമയോടവൻ എന്നെ മാറോടണയ്ക്കും. കുരിശെടുത്ത് എന്റെ യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ. കുരിശെടുത്ത് എന്റെ യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ. തീരണം പാരിലെന്ന തിരുപാദ സേവയതാ. തീരണം പാരിലെന്ന തിരുപാദ സേവയതാ. ചേരും ഞാൻ ഒടുവിലൻ പ്രിയനരികിൽ അരുമയോടവൻ എന്നെ മാറോടണയ്ക്കും. 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 ചേരും ഞാൻ ഒടുവിലൻ പ്രിയനരികിൽ ദുരമാന ദുരമാന സുന്ദരരാജ. ദീവരാജ സുന്ദരമാന ധീരമാന സുന്ദരമാന ശക്ഷരാജ കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശമിക്കപ്പെട്ടവൻ. നമ്മുടെ കർത്താവ് വരുന്നു. ഇന്ന് രാത്രികാലം കേൾക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായ കാര്യങ്ങൾ ദൈവത്തെ സ്തുതിച്ചാട്ട് കാര്യങ്ങളെ ഓർത്ത് നമുക്ക് ഒരിക്കൽ കൂടെ ഉറക്കെ ശക്തിയോടെ പറയാം, കർത്താവേ ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു. പറഞ്ഞാട്ട് ഉറക്കെ ശക്തിയോടെ പറഞ്ഞാട്ട് ഒരു തീരുമാനമായിട്ട് കടന്നു പോകാം. കർത്താവേ ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു. We love you Lord. പറഞ്ഞാട്ട് we love you Lord. We love you Lord. We love you Lord. അവിടുന്ന് പറയുന്നത് ഞങ്ങൾ കേൾക്കാൻ കർത്താവേ, നിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ കർത്താവേ, നീ അയക്കുന്നത് ഞങ്ങൾ പോകാൻ കർത്താവേ, അവിടുത്തെ ഹിതം ഞങ്ങൾ ചെയ്യാൻ കർത്താവേ, ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു. പറഞ്ഞാട്ട് ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ നമ്മൾ ശ്രദ്ധയിലായിരിക്കുമ്പോൾ കർത്താവദാസൻ പാഷ പ്രീതി ജക്കപ്രഭുമോട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആസ്വാദം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ഈ ദിവസങ്ങളിലൂടെ ഘോഷിച്ചുകൊണ്ടിരിക്കുന്ന വിലയേറിയ വചനം, ഈ അഗ്നിമയമായ പ്രമാണം വ്യക്തി ജീവിതങ്ങളിലേക്ക് കടത്തിക്കൊണ്ടുവരുവാൻ തിരുവനിക്ക് പ്രസാദം തോന്നിയതുകൊണ്ട് സ്തോത്രം. ഇന്ന് രാത്രിയിലും
തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അത് നൽകത്തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ച ആ മഹാസ്നേഹത്തെയും അതിനെ തുടർന്നുള്ള കൽപ്പനകളെയും വളരെ വ്യക്തമായി നീ ഞങ്ങളോട് സംസാരിച്ചത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. സൂക്ഷിപ്പാൻ നിന്റെ ഭൃത്യന്റെ പ്രത്യേക അധികാരവും അഭിഷേകവും നൽകിയതിനായി സ്തോത്രം. ഈ ശബ്ദാതിർത്തിക്കുള്ളിൽ കർത്താവേ, ഇത് കേട്ടിട്ടുള്ള സകല ഹൃദയങ്ങളെയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടെ ക്രിസ്തുവിന്റെ കാന്തയായി തീരുവാൻ അതിലേക്ക് നീ വഴി നടത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടുത്ത ദിവസങ്ങളുടെ കൂടി വരവിനായി സ്തോത്രം. സമാധാനത്തോടെ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് അയക്കണമേ. കർത്താവിൽ ഞങ്ങളുടെ പ്രയത്നം വ്യർത്ഥമല്ലെന്ന് അറിഞ്ഞ് പിന്നെയും അധികം വർദ്ധിച്ചു വരുവാൻ കൃപ ചെയ്യണമേ. കർത്താവായ യേശുവിന്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നത് കേൾക്കുമാറാകണമേ. അനുഗ്രഹത്തോടെ ഇപ്പോ ആടിയാരെ യഹോവയെ മനസ്സലെ ഉടയ മഹോന്നത പരനെ വന്ദനം നിനക്കാമേ. ഓ മനസ്സലെ ഉടയ മഹോന്നത പരനെ വന്ദനം നിനക്കാമേ. പിതൃപുത്ര പരിശുദ്ധാത്മാ ത്രിയേക ദൈവത്തിന്റെ കൃപയും സമാധാനവും നാം ഏവരോടും പ്രാർത്ഥിപ്പാൻ കടപ്പെട്ട സകല വിഷയത്തോടും സകല വിശുദ്ധ ഗണങ്ങളോടും കൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടാവുകയും വർദ്ധിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. അർക്കപ്പെട്ട ദൈവ കുഞ്ഞാടിന്റെ മഹത്വം. ഹല്ലേലൂയ.